റമദാൻ 17 വെള്ളിയാഴ്ച ഹിജ്റ 2-ാം വർഷം നടന്ന ബദർ ശുഹദാക്കളുടെ ബദർ സമര പോരാട്ട ജീവിതത്തെ അനുസ്മരിക്കുകയാണ് നാം ഈ സന്ദർഭത്തിൽ. അള്ളാഹു നമ്മുടെ ഈ സംഗമം വലിയ സുഹൃതമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബദർ ശുഹദാക്കളെ അനുസ്മരിക്കുമ്പോൾ അവരുടെ നീണ്ട ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചത് ധാരാളം സ്ഥലങ്ങളിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള മഹാന്മാരാണ് ബദരീങ്ങൾ. ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്ന് ചോദിച്ചു, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും. ഒരുപാട് സ്വഹാബിമാരുണ്ട്, 100,000-ലധികം വരുന്ന സ്വഹാബിമാരുണ്ട്. ബദരീങ്ങളെപ്പറ്റി നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ബദരീങ്ങൾ എന്ന് പറയുന്നവരുടെ മഹത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത്. ബദറിൽ പങ്കെടുത്ത ആളുകൾ, പങ്കെടുക്കാൻ കരുതിയവരും ബദരീങ്ങളിലുണ്ട്. ബദറിൽ പോകാത്തവരും ബദരീങ്ങളിലുണ്ട്. അവർ നല്ല നീയത്ത് നന്നാക്കിയതുകൊണ്ട് ബദരീങ്ങളിൽ അവർക്ക് മെമ്പർഷിപ്പ് കിട്ടിയതാണ്. ബദരീങ്ങളിലായിട്ട് എണ്ണുന്ന 4-ാമത്തെ ആളാരാ? 1-ാമത്തെ ആൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2-ാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 3-ാമത്തെ ആൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, 4-ാമൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുത്തിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയായ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സുഖമില്ലാത്ത കാരണം ബദറിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ശത്രുക്കളോട് നേരിടാനാണ് പോകുന്നത് എന്നൊരു വിവരം നേരത്തെ കിട്ടുകയാണെങ്കിൽ പോകാൻ വളരെ മുൻപന്തിയിലുള്ള ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ നിയ്യത്ത് കണക്കാക്കി ബദരീങ്ങളിൽ എണ്ണിയതാണ്. ബദറിലെത്തിയിട്ടൊന്നുമില്ല, യുദ്ധം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാളല്ല, കുറേ ആളുണ്ട്. അതുകൊണ്ടാണ് ബദറിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി റിജാലൻ, മദീനയിൽ കുറേ ആളുകളുണ്ട്, മാ സിർത്തും മസീറൻ വലാ വാദിയൻ ഇല്ലാ കാനൂ മഅകും വഫീ റിവായത്തിൻ ഇല്ലാ അശ്റകൂകും ഫിൽ അജ്ർ. മദീനയിൽ കുറേ മഹാന്മാരുണ്ട്, സ്വഹാബിമാർ. നിങ്ങൾ ഏത് മലഞ്ചരവും മുറിച്ചു കടന്നോ, ഏത് മല മുകളിലൂടെ നിങ്ങൾ ചുറ്റിക്കറങ്ങി സഞ്ചരിച്ച് ബദറിലെത്തിയോ, ഒറ്റ സ്ഥലത്തും നിങ്ങൾ ഇറങ്ങിയിട്ടില്ല, നടന്നിട്ടില്ല, ഇല്ലാ കാനുമാക്കും, ആ മദീനയിലുള്ള ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ എന്നതിൻ്റെ താല്പര്യമാണ് ഇല്ലാ അശ്റകൂകും ഫിൽ അജ്ർ. നിങ്ങൾക്ക് കിട്ടുന്ന അതേ കൂലി അവർക്കും അള്ളാഹു കൊടുക്കും. അങ്ങനെയാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരാൾ യുവത്വകാലം മുഴുവനും, യുവത്വകാലം എന്ന് പറഞ്ഞാൽ എത്ര, അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, ഇപ്പോൾ എന്നാലേ തീരുള്ളൂ. കാരണം യുവത്വം കൊണ്ട് ആൾക്കാർക്ക് തെളിഞ്ഞിട്ടില്ല പലപ്പോഴും. യുവത്വകാലം എന്ന് പറഞ്ഞാൽ 25 കൊല്ലാണ്. 15 മുതൽ 40 വരെ 25 കൊല്ലം. 25 കൊല്ലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്തു. കഴിയും പോലെ ജമാഅത്തിന് വന്നു, ജുമുഅക്ക് നേരത്തെ വന്നു, നല്ലോണം ഖുർആൻ ഓതി, സൽക്കർമ്മങ്ങളുമായി നല്ലോണം ബന്ധപ്പെട്ട ജീവിതമാണെങ്കിൽ 40-ന് ശേഷം ചില അസ്വസ്ഥതകളൊക്കെ വരികയാണ്. സ്വാഭാവികമായിട്ട് വരും. ചില്ലറ രോഗങ്ങൾ, കാൽമുട്ട് വേദന, ഊരവേദന, അല്ലാത്ത വേദനകളൊക്കെ വരുമ്പോൾ അതിൻ്റെ മുമ്പുള്ള ആ ആർജവം കിട്ടൂല. പക്ഷേ മനസ്സിൽ നല്ല നിയ്യത്തുണ്ടായിരുന്നു, അള്ളാഹു ആഫിയത്ത് തരികയാണെങ്കിൽ ഇനിയും ചെയ്യായിരുന്നു. നേരത്തെ അങ്ങനെ ചെയ്ത് ശീലമുള്ള ആളാണെങ്കിൽ ആ നിയ്യത്തിന് കൂലിയുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഒരു കരുതലാണ്, കാര്യമൊന്നുമില്ല. അപ്പോൾ തീരെ പള്ളിക്ക് പോകാത്ത ആളും സുഖമില്ലാത്ത ആളെ പോയി കണ്ട അയാൾ പറയും, ഇതൊന്ന് സുഖം മാറിയ വേഗം പള്ളിക്ക് പോയിരുന്നു. അത് മാറാൻ വേണ്ടി പറയാണ്, പള്ളി പോകാനല്ലേ. അതേ സമയത്ത് പോയി ശീലമുള്ള ആളാണോ പറയുന്നത്, ആ പറച്ചിൽ തന്നെ അള്ളാഹു കൂലി കൊടുക്കുന്ന അയാളാ മനസ്സിലുള്ള നിയ്യത്ത്. അള്ളാഹുവേ, അസുഖമായിട്ട് കണ്ണിന് കാഴ്ച ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ നല്ലോണം ഓതിയിരുന്നു, ഇപ്പോൾ കാഴ്ച പോയതുകൊണ്ട് ഓതാൻ കഴിയുന്നില്ല എന്ന ആ നിയ്യത്തിന് എന്നെ കണക്കാക്കി
ഓരോ ദിവസത്തെയും കൂലി കൊടുക്കുന്ന. ഒരു ദിവസം ഒരു ജുസ് അങ്ങനെ ഓതുന്ന ആളാണ്. നോമ്പിനല്ല കേട്ടോ, നോമ്പിനും ജുസിൻ്റെ കണക്കൊന്നുമില്ല. ഒരു ദിവസം ഒരു ജുസ് കണക്കാക്കി അങ്ങനെ ഓതുന്ന ആളാണ്. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നിടക്ക് കാഴ്ച പോയി. എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ട കാലത്ത് അല്ലാഹു തആല മുമ്പ് എത്രയാണോ ഓതിയത് അതിൻ്റെ കണക്കനുസരിച്ച് കൊടുക്കുകയാണ്. ആരോഗ്യമുള്ള സമയത്ത് അയാൾ 1 മണിക്കൂർ ഓതിയോ, എന്നാൽ ആ 1 മണിക്കൂർ ഇപ്പം കണ്ണിന് കാഴ്ചയില്ലാത്ത സമയത്തും ഇങ്ങനെ കൊടുക്കുകയാണ്, ഏറെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അയാൾക്ക് ഓതാതെ തന്നെ കൂലി കിട്ടുകയാണ്, ചെയ്യാതെ തന്നെ കിട്ടുകയാണ്. അങ്ങനെയുണ്ട്. നല്ല നീയത്ത് നന്നാക്കിയാൽ അള്ളാഹു നമ്മുടെ നീയത്തുകളൊക്കെ നന്നാക്കി തരട്ടെ. ബദരീങ്ങളിൽപ്പെട്ട ആളുകൾ, അവർക്കുള്ള മഹത്വം പങ്കെടുത്തവർക്കും പങ്കെടുക്കാത്തവർക്കും എന്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദ്യം. മാ തഅുദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, ബദരീങ്ങളെ പറ്റിയുള്ള കണക്കാക്കുന്നത് എങ്ങനെയാണ് നബിയെ? തങ്ങളെ മറുപടി മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് ബദരീങ്ങൾ. സ്വഹാബിമാരിൽ ഏറ്റവും മഹത്വമുള്ളതാരാ? ബദരീങ്ങളാണ്. അവരിൽ മാത്രമല്ല, എന്നാ അങ്ങനെയാണെങ്കിൽ സ്വഹാബത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ബദരീങ്ങളാണ്. അങ്ങനെ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ വകദാലിക മൻ ഷഹിദ ബദ്റം മിനൽ മലായിക, കോടാനക്കോടി മലക്കുകളുണ്ട്. മലക്കുകളെ എണ്ണം കൃത്യമായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലഹു, റബ്ബിന്റെ സൈന്യങ്ങൾ എന്നല്ലാഹു പേര് വിട്ട് വിളിച്ച മലക്കുകൾ, അവരെ എണ്ണം കൃത്യമായി അല്ലാഹു തആലക്കേ അറിയുള്ളൂ. ആർക്കറിയാം? മലക്കുകളെ എണ്ണം ആർക്കറിയാം? അല്ലാഹു തആലക്കേ അറിയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, എങ്കിൽ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് ബദരീങ്ങൾ എങ്കിൽ നിങ്ങളെക്കാളും എത്രയോ ശതമാനമുണ്ട് ഞങ്ങൾ മലക്കുകൾ. ഞങ്ങളിലെ ഏറ്റവും മഹത്വമുള്ളവർ മൻ ഷഹിദ ബദ്റാ, ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ്. ബദറിൽ എല്ലാ മലക്കുകളും ഉണ്ടോ? നിങ്ങളെന്താ ഒരു ജവാബും പറയാത്തത്? ഞാൻ ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ടാ. നമ്മുടെ പരിചയക്കാർ കുറേ ഉണ്ട്. ഇവരൊക്കെ നമ്മളെ പഴയ പരിചയക്കാരാണ്. മൂപ്പര് പോട്ടർഷല്ലേ? ഉണ്ട്. അവരൊക്കെ നമ്മളെ പഴയ പരിചയക്കാരാണ്. ഞാൻ ഈ പള്ളിക്ക് എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. സാഹചര്യം ഒത്തു വന്നില്ല. റമദാനിലാണ് ഇപ്പോൾ ഒത്തു വന്നത്. അള്ളാഹു കബൂലാക്കി തരട്ടെ. പള്ളി ഇങ്ങനെ വന്നു എന്നും ഇവിടെ ഇങ്ങനെ സജീവമായിട്ടുണ്ടെന്നൊക്കെ മൂപ്പരിൽ നിന്ന് വിവരം കിട്ടും. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണും. മുമ്പേ നമ്മൾ പരിചയമുള്ളതാണ്. മുമ്പ് മുസ്ലിയാരങ്ങാടിയായിട്ടുള്ള ബന്ധം മൂപ്പരെ വീടുള്ള ബന്ധമാണ്. ഇപ്പം പിന്നെ മുസ്ലിയാരങ്ങാടിയിൽ നിന്ന് മൂപ്പരാണ്ട് മാറി. അതുകൊണ്ട് നമ്മൾ വരാതൊക്കെയല്ല, വരാൻ സൗകര്യപ്പെടാത്തതുകൊണ്ട് വരാതൊക്കെ. ഏതായാലും അള്ളാഹു നമുക്ക് ബർക്കത്ത് തേടി തരട്ടെ. ഇങ്ങനെയൊക്കെ അള്ളാഹു തആലാന്റെ ഒരു നിശ്ചയമാണ്. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാൻ. ഇവിടെ ഒന്നിപ്പോൾ മുമ്പ് ഇവിടെ പള്ളിയല്ലല്ലോ, ഇത് പാടാ പറമ്പല്ലേ? ഉണ്ടെങ്കിൽ ഈ പറമ്പിലെ ഈ പരിസരത്തുള്ള ആളുകൾക്ക് മൊത്തം റഹ്മത്താണ് ഒരു പള്ളി ഇങ്ങനെ വന്നു എന്നുള്ളത്. ഇവർക്കൊക്കെ ഈ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾ, നമ്മളെ പരിസരത്തു കൂടെ ഇനി ആരെല്ലാം ജീവിതം ആരംഭിക്കാൻ പോകുന്നുണ്ട് അവർക്ക് ഈ കൃഷിയിടങ്ങൾ, ഇതിനൊക്കെ ബർക്കത്താണ്. കൃഷിക്കൊക്കെ ബർക്കത്താണ് പള്ളി. മദീനത്തെ പള്ളിയോട് ഏറ്റവും ചേർന്നുള്ള തോട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം വെള്ളം കുടിച്ചത്. അതാണ് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ തോട്ടം. ഹദീസിൽ കാണാം. അത് പള്ളിൻ്റെ നേരെ മുന്നിലായിരുന്നു. നല്ല കായ്കനികൾ ആ തോട്ടത്തിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം, പള്ളിയിൽ നിന്ന് പിരിയുന്ന ആളുകളൊക്കെ വഴി നടന്നു പോകുന്നൊരു തോട്ടം ആ തോട്ടമാണ്. അവരങ്ങനെ വീട്ടിലേക്കും മറ്റൊക്കെ പോകുക ആ തോട്ടത്തിലൂടെ. അപ്പോൾ ഈ പോകുന്ന ആളുകൾ ആരാ? നിസ്കരിച്ച് ദ്വാരന്നൊക്കെ വരുന്ന ഓല കാറ്റ് തട്ടിയാൽ പിന്നെ അവിടെയുള്ള ആ കായ്ക്കനികൾ വല്ല കുറവുണ്ടാവും. അപ്പം അതൊരു ബർക്കത്താണ്, ചില്ലറ ബർക്കത്തൊന്നുമല്ല. ബദറിൽ പങ്കെടുത്ത മലക്കുകൾ എത്ര എണ്ണ? അതൊക്കെ പഠിച്ചാൽ ബദരീങ്ങൾ അനുസ്മരണം ആയിപ്പോ. ബദറിൽ പങ്കെടുത്ത മലക്കുകൾ 5000 ആദ്യം 3000 ഇറങ്ങി, പിന്നെ 2000 ഇറങ്ങി. അങ്ങനെ 5000 മലക്കുകൾ. കോടാനക്കോടി മലക്കുകളിൽ ഏറ്റവും ബഹുമതിയുള്ള മലക്കുകൾ ആരാ? ബദരീങ്ങളായ മലക്കുകൾ. അപ്പോൾ ലോകത്ത്
ശ്രേഷ്ഠരായ രണ്ട് വിഭാഗമാണ്, ഒന്ന് മനുഷ്യർ, ഒന്ന് മലക്ക്. മനുഷ്യരുടെ കൂട്ടത്തിൽ, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവർ ബദരീങ്ങളാണ്. മലക്കുകളിൽ ഏറ്റവും മഹത്വമുള്ളവരും ബദരീങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ലൈലത്തുൽ ഖദർ വരാൻ പോകുന്ന ഈ അവസാനത്തെ 10 ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ എണ്ണത്രേ? ആ മലക്കുകൾ അന്നേ ഇറങ്ങുള്ളൂ, വേറെ ഒരൊറ്റ സമയം ഒരു വർഷത്തിൽ ഇറങ്ങൂല. അത് നമ്മളെ നാട്ടിലെ കാർഗിലിലെ ജവാന്മാരെ മാറിയ. കാർഗിലുണ്ടല്ലോ കുറച്ച് ജവാന്മാർ, ഓർക്കെല്ലാ സമയം ഓല് ഇന്ത്യനെ നമ്മളെ നാടിനെ കാക്കുകയാണ്, വെറുതെക്കല്ല. ഓലിങ്ങനെ തോക്കും ചൂണ്ടിങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ നിൽക്കുകയാണ് സുരക്ഷിതരായിട്ട്. അവർക്കാകെ വർഷത്തിൽ ഒറ്റ പ്രോഗ്രാമേ ഉള്ളൂ. അതെന്താ? ഒറ്റ പണി, ഒറ്റ പരിപാടിയേ ഉള്ളൂ. അതാണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നുള്ള പരേഡ്. അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പരിപാടി ഓർക്ക് ഉണ്ടാകല്ലോ. ഓല് സദാ ഓലെ ഡ്യൂട്ടി ആയിട്ടാണ്. ഇതുപോലെ ഈ ലൈലത്തുൽ ഖദറിൽ വരുന്ന മലക്കുകൾ, ഒരു കൂട്ടം മലക്കുകൾ, അവർ ആകെ വർഷത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങൽ അന്ന് മാത്രം. അതാണ് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഏതാണ് ഈ മലക്കുകൾ? ഏഴാനാകാശത്തിൻ്റെ അതിർത്തിയിൽ അല്ലാഹു തആല ഒരു മരം വെച്ചിട്ടുണ്ട്. ആ മരത്തിൻ്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരം ഏറ്റവും അധികം ചമഞ്ഞൊരുങ്ങിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേൽക്കാനാണ്. ചരിത്രത്തിലാദ്യമായിട്ട് തങ്ങളെ വരവേൽക്കാൻ മിഅ്റാജിന്റെ അന്ന് ആ മരം ചമഞ്ഞൊരുങ്ങിയതുപോലെ മുമ്പും ശേഷവും ഒരുങ്ങിയിട്ടില്ല. ഇനി ആ മരത്തിനൊരു ചമൽക്കാരം ഉണ്ട്. അത് സ്വർഗീയരായ ആളുകളെ സ്വർഗത്തിൽ നിന്ന് ദർശിക്കുമ്പോഴാണ്. അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ. ആ മരത്തിന്റെ ഇലകളെപ്പറ്റി ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തി. അതിന്റെ ഇലകളൊക്കെ ആനച്ചെവിയുടെ വലുപ്പമുണ്ട്. ആനന്റെ ചെവി ഉണ്ടോ മോനെ? അത്രേ ഉള്ളൂ, വലുതാണ്. ഇതുപോലെ വലിയ വലിയ ഇലകളാണ് ആ മരത്തിന്റെ ഇല. ഒരു ഇലയുടെ മുകളിൽ തന്നെ ലക്ഷക്കണക്കിന് മലക്കുകളുണ്ട്. അവരെ എണ്ണം കൃത്യമായി അല്ലാഹു തആലാക്കല്ലാതെ അറിയുകയില്ല. ആ മലക്കുകൾ ഭൂവിധാനത്തിലേക്ക് ഇറങ്ങുന്ന ഒരേ ഒരു രാത്രി ലൈലത്തുൽ ഖദറാണ്. അന്നേ പോലെ ഇറങ്ങുള്ളൂ, വേറെ ഒറ്റ ദിവസം ഇറങ്ങൂല, ഒരു പകലും ഇറങ്ങൂല, അന്ന് മാത്രം. ആ മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. മലക്കുകൾ മുഅ്മിനീങ്ങളെ മുസാഫഹത്ത് ചെയ്യുന്നതാണ്, ഹദീസിലുള്ളതാ. മുസാഫഹത്ത് ചെയ്യും, നെറ്റിത്തടത്തിൽ അവർ ചുംബിക്കും. ആ ചുംബിക്കുന്നതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ വിശ്വാസികളിൽ പ്രകടമാകും. അതിൽ ഒന്ന് അവരുടെ മനസ്സ് ലോലമാകലാണ്. തെറ്റൊന്നും ചെയ്യാതെ നന്മ മാത്രം ചിന്തിക്കുന്ന മനസ്സ്, ഏതൊരു ദുർബലനെയും സഹായിക്കാൻ വെമ്പുന്ന മനസ്സ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മനസ്സ്, ആ ഒരു മനസ്ഥിതി വരും. രണ്ടാമത്തെ ഒന്ന്, അവരെ കണ്ണിൽ നിന്ന് ഖൽബിന്റെ വിശുദ്ധി കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ സജലമാകും. മൂന്നാമത്തെ ഒന്ന്, അവരെ ഖൽബിന്, അവരെ ശരീരത്തിന് അന്നത്തെ ദിവസം പോലെ, രാത്രി പോലെ ഇബാദത്തിന് മറ്റൊരു ദിവസവും സുഖമില്ല. അന്നവർക്ക് നിസ്കരിക്കാൻ വല്ലാത്ത താല്പര്യമാണ്, ദിക്ർ ചൊല്ലാനോ വല്ലാത്ത താല്പര്യമാണ്, ദ്വാരക്കാനോ അതിലേറെ ഇഷ്ടമാണ്. അങ്ങനെ അടയാളങ്ങൾ മേളിച്ച ആളുകളെ മലക്കുകൾ ഹസ്തദാനം ചെയ്തിട്ടുണ്ട്, നെറ്റിയിൽ ഉമ്മ വച്ചിട്ടുണ്ട്. സ്വഹാബത്തിൻ്റെ ഒക്കെ പരിശുദ്ധി ആലോചിച്ച് നോക്കി നിങ്ങൾ. അവർ മലക്കുകൾ ഇങ്ങനെ വന്ന് അവരെ ചുംബിക്കുന്നതും അവർ മലക്കുകൾക്ക് കൈ കൊടുക്കുന്നതൊക്കെ മലക്കിൻ്റെതായ രൂപത്തിലല്ല, അല്ലാത്ത രൂപത്തിൽ അനുഭവിച്ചവരാണ്. മലക്ക് മനുഷ്യൻ്റെ അടുത്ത് വരൂലേ? നബിയാകണോ? നബിയാകണമെന്നില്ല. മറിയം ബീവി നബിയാ? അത് ശരി. മറിയം ബീവി റളിയല്ലാഹുവിന്റെ അടുത്ത് മലക്ക് വന്നത് ഖുർആൻ പറയുന്നില്ലേ? എങ്ങനെ വന്നത്? ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. നല്ല ചുക്കിച്ചുളിയാത്ത വസ്ത്രം, നല്ല ചൊങ്കും ചൊറുക്കുമുള്ള ശരീരം, ഒരു സമ്പൂർണ്ണ മനുഷ്യന്റെ ആകൃതിയിൽ വന്നു. മറിയം ബീവിക്ക് സലാം പറഞ്ഞു. മറിയം ബീവിയോട് പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയാനും സന്തോഷിപ്പിക്കാനും വേണ്ടി വന്നതാണ്. അപ്പം മറിയം ബീവി റളിയല്ലാഹു അൻഹ എവിടെയുള്ളത്? ബെത്ലഹേമിലാണുള്ളത്. ബൈത്തുൽ ലഹിം എന്ന അറബിയിൽ പറയും. നമ്മളത് ചെരിച്ച് വായിക്കുമ്പോൾ ബെത്ലഹേം എന്ന് വായിക്കും. ബെത്ലഹേം എന്ന് പറഞ്ഞാൽ എവിടെ? അത് ഫലസ്തീനിലാണ്.
ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കുറച്ചിങ്ങോട്ട് സഞ്ചരിച്ചാൽ എത്തുന്ന വലിയൊരു മല. ആ മല മുകളിലാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അവിടെ ആ ജനിച്ച സ്ഥലത്ത് ഇന്ന് ഒരു ചർച്ചുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം ഇങ്ങനെ അടയാളപ്പെടുത്തിയിരുന്നു. അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ചാണുള്ളത്. രാവിലെയും വൈകുന്നേരം അവരുടെ പ്രാർത്ഥനയാണ്. നമ്മൾ പോയി ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി പോയേക്കുമ്പോൾ പോലെ പ്രാർത്ഥന തീരുന്നില്ല. പോലെ പ്രാർത്ഥന തീരും വരെ കാത്തു നിന്നാൽ നമ്മളെ ബസ് പോകും. അതുകൊണ്ട് നമ്മൾ അവിടെ പരിസരത്ത് നിന്ന് വേർന്നു പോയി. അതിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടായി നിന്ന് ഒരു പ്രാർത്ഥിക്കുകയാണ്. ബെത്ലഹേമിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മസ്ഥലത്ത് ചർച്ചാണുള്ളത്. അതുപോലെ ഒരു അധികാരം ഒരു സ്ഥാപിച്ചതാണ്. അത് പൊളിക്കപ്പൊടിഞ്ഞ് ഈസാ നബി അലൈഹി സ്വലാം വന്നാൽ അപ്പോൾ ശരിക്കും പള്ളി തന്നെ കയറ്റം. അവിടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോലത്ത് നിന്നോട്ടെ, നമ്മളതിൽ പരാതി ഒന്നും പറയണ്ട. അതുപോലെ കൊണ്ടു കിടന്നോട്ടെ. എന്നാലും ആ സ്ഥലത്തിന് കേടൊന്നും പറ്റില്ലല്ലോ. അതങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ട് കറക്റ്റായിട്ട് എന്തൊരു ബഹുമാനത്തോടെ ആ സ്ഥലം കാണുന്നവരെ നിങ്ങൾ അതിങ്ങനെ പ്രത്യേക അടയാളപ്പെടുത്തി വെച്ച് അതിൻ്റെ ചുറ്റും നിന്നിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന സ്വീകരിക്കുക ഓർക്ക് കിട്ടേണ്ട ദുന്യാവിലെ നേട്ടങ്ങളോ കിട്ടും. അതിന് തർക്കമൊന്നുമില്ല. ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ബെത്ലഹേമിലാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ വന്നത്. അങ്ങനെ മലക്കുകൾ വരും. മനുഷ്യൻ അതിനനുസരിച്ച് ഉയർന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് വലിയ സഹായമായിട്ടാണ് മലക്കുകൾ വന്നത്. മലക്കുകൾ അങ്ങനെ വരുന്നത് മനുഷ്യന്മാര് അനുഭവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നോക്കിക്കണ്ട ആളാണ് പിന്തിരിപ്പൻ ശൈത്താൻ. ശൈത്താന് ബദറിൽ വന്നിട്ടുണ്ട്. ശൈത്താന് ബദറിൽ വന്നു സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിലാണ്. കാരണം സുറാഖത്ത് ബിൻ മാലിക് യുദ്ധത്തിൽ വന്നിട്ടില്ല. വന്നാളെ കോലത്തിൽ വന്നാൽ പിടുത്തം കിട്ടുമല്ലോ. വരാത്ത ആളെ കോലത്തിലാണ് വന്നത്. ശൈത്താന് വന്നിട്ട് എന്ത് പറഞ്ഞു? നേതൃത്വം നൽകിയിട്ട് പറഞ്ഞു, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്. ഓ മുശ്രിക്കുകളെ, ജനങ്ങളെ, നിങ്ങളെ ജയിക്കാൻ പറ്റുന്ന ഒരാൾ ഇന്ന് ലോകത്തില്ല. നിങ്ങളെ കീഴടക്കാൻ പറ്റുന്ന ഒരാളെന്നില്ല. അത് ശരിക്കും ഉറച്ചു നിന്നോടി, ധൈര്യം കൊടുത്താണ്. മുന്നിലാണ് നിൽക്കുന്നത്. പതാകയും പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ആളാണ്. ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്. ഇന്ന് നിങ്ങളെ അതിജയിക്കാൻ പറ്റുന്ന ഒരാളും ഇല്ല. ശരിക്കും ഈ ബദർ എന്ന് പറഞ്ഞാൽ അബൂജഹലിൻ്റെയും കൂട്ടരുടെയും ഹുങ്കിന്, അഹങ്കാരത്തിന് അള്ളാഹു നൽകിയ ഒരു ശിക്ഷയാണ്. അല്ലാതെ അബൂ സുഫിയാനും കൂട്ടരും കച്ചവട സംഘമായിട്ട് മക്കയിലെത്തി രക്ഷപ്പെട്ടിട്ട് മക്കത്തുനിന്ന് ഒരാളെ പറഞ്ഞയച്ചു അബൂജഹലിനെ കൂട്ടരെടുത്തേക്ക്. കച്ചവടമൊക്കെ സംഘമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഒരു കേടുപാടുമില്ല, ഒരാളും പിടിച്ചിട്ടില്ല. ഈ കച്ചവട സംഘത്തെ നേരിടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. എന്തിനാ ഈ കച്ചവട സംഘത്തെ നേരിടേണ്ട ആവശ്യം? മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളുടെ സ്വത്തെടുത്ത് കൊള്ളയടിച്ചിട്ടാണ് ഷാമിൽ പോയി കച്ചവട സാധനങ്ങൾ വാങ്ങി വരുന്നത്. അത് ശരിയാവോ? സ്വന്തം ജീവിതത്തിൽ അധ്വാനിച്ച വീടും പറമ്പും ഒക്കെ അവർ കൈവശപ്പെടുത്തിയിട്ട് അത് പലതും വിറ്റ് പലതും തിരിമറി നടത്തിയിട്ട് കിട്ടിയ ലാഭം കൊണ്ട് കച്ചവട വസ്തുക്കൾ വാങ്ങി വരികയാണ്. അപ്പം ഈ മുഹാജിറുകൾക്ക് കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ അത് ചോദിക്കാൻ അഡ്രസ്സില്ല. അപ്പം അത് ഏറ്റുവാങ്ങാനും ചോദിക്കാനുമാണ് തങ്ങൾ പുറപ്പെടുന്നത്. പക്ഷേ വിവരം മണത്തറിഞ്ഞ അബൂ സുഫിയാൻ തീരപ്രദേശത്തുകൂടെ മക്കയിലെത്തി. മക്കയിലെത്തിയിട്ട് ഒരാളെ പറഞ്ഞയച്ചു, ഇനി നിങ്ങൾ തിരിച്ചു പോകണ്ട, മടങ്ങിയെത്തിയേക്കുള്ളൂ. അപ്പം എന്താ അബൂജഹൽ പറഞ്ഞു? അബൂജഹൽ പറഞ്ഞു, കുറേ ആൾ പറഞ്ഞു നമ്മൾ മടങ്ങല്ലേ, കച്ചവട സംഘമൊക്കെ വന്നിന്, കച്ചവടത്തിൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു പോവല്ലേ പോവല്ലേ. അബൂജഹൽ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് അനങ്ങാൻ പാടില്ല. ഒരൊറ്റ കുട്ടി അനങ്ങാൻ പാടില്ല. പോയി പോയി നമ്മൾ ബദർ വരെ എത്തണം. ബദർ എന്ന സ്ഥലമാണ്, അവിടെ വരെ എത്തണം. എത്തിയിട്ട് നന്നായി ഒട്ടകങ്ങളൊക്കെ അറുത്ത് നന്നായി തിന്ന് കള്ളൊക്കെ നന്നായി കുടിച്ച് നമ്മളോട് നേരിടാൻ അറേബ്യൻ ലോകത്തല്ല ലോകത്തൊരാളും ഇല്ലാന്ന് തെളിയിക്കണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, എന്നാ പിന്നെ തെളിയണല്ലോ. ഇത് ആകാശവും ഭൂമിയൊക്കെ അബൂജഹലിനാർ എങ്ങനെ നടക്കുമോ? അല്ലാഹു തആലന്റെ അല്ലേ. അങ്ങനെ വീരവാദം മുഴക്കിപ്പോയി. പിന്തിരിയാൻ ഒരുമ്പെട്ട ആളുകളൊക്കെ താല്പര്യപ്പെടുത്തി കൊണ്ടുപോയി. പിന്തിരിയാൻ ഉദ്ദേശിച്ച് പലരും വന്ന് ചോദിച്ചപ്പോൾ അവരോടൊക്കെ ചീത്ത പറഞ്ഞു. അങ്ങനെയാണ് കൊണ്ടുപോയത്. അങ്ങനെ ബദറിലെത്തി തമ്പടിച്ചു. 2-3 ദിവസക്കാലം ഒട്ടകത്തറുത്ത് ഭക്ഷിക്കുകയാണ്.
ഒരു ദിവസം ആ ടെൻറ്റിൽ 10 ഒട്ടകത്തറുക്കും. ഒരൊട്ടകത്തറുത്ത എത്ര ആൾ തിന്നും? ഒരൊട്ടകത്തറുത്ത എത്ര ആൾ തിന്നും? 10 ആളോ? 100 ആൾ ഭക്ഷിക്കും ഒരൊട്ടകത്തറുത്ത്. 100 ആൾ ഭക്ഷിക്കാറുമ്പോൾ നിങ്ങളിൻ്റെ കണ്ണുക്ക് വെക്കണ്ട. അവർ ഭക്ഷിക്കുമ്പോൾ നമുക്ക് ഭക്ഷിക്കാൻ കഴിയില്ല, അതാ പ്രശ്നം. നമ്മളിപ്പോൾ ഈ ഇറച്ചി വാങ്ങിയാൽ 2 കിലോ വാങ്ങിയാൽ എല്ലാവരും ഒരിച്ചിട്ട് തീരല്ലേ? ഒരാളിങ്ങനെ തിന്നോ? എന്നാൽ അവരാ 2 കിലോ ഇറച്ചി ഒട്ടകത്തിനാണ് തിന്നും. 2 കിലോ ഇറച്ചി ഒട്ടകത്തിൻ്റെ തിന്നും. അതിനുള്ള ആഫിയത്തൊക്കെ ഉണ്ട്. പിന്നെന്താ, 2 കിലോ ഇറച്ചികൾ തിന്നും. സാധാരണ അറബികളൊരു പതിവ് അങ്ങനെയാണ്. സാധാരണ അറബികൾ ഭക്ഷണം കഴിക്കുക എങ്ങനെ? ഇറച്ചിക്കാണ് കുബൂസ് അല്ലേ? കുബൂസ്ക്ക് ഇറച്ചിയല്ല, അത് നമ്മളെ തത്വമാണ്. അതുകൊണ്ടാണ് അവർക്ക് രോഗമില്ലാത്തത്. ഇപ്പോൾ അങ്ങോട്ട് വരുന്ന ആൾക്കാർ വരുന്ന അങ്ങോട്ടാണ്. അന്നജൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഫുള്ള് ഇറച്ചിമലും മത്സ്യത്തിമലും കൂടിക്കാണ് ആൾക്കാർ. അറബികളെ സിദ്ധാന്തം മുമ്പേ അങ്ങനെയാണ്. ഓല് ഇറച്ചി ഇങ്ങോട്ട് വലിക്ക തിന്ന, കുബൂസിൻ്റെ ഒരു പൊട്ട് പപ്പടം കൂട്ടും പോലെ കൂട്ടുക, അങ്ങനെയാണ്. അതെന്താ അങ്ങനെ? അതാണ് ഓല് ശീലിച്ചു പോകുന്നതാണ് അങ്ങനെ. ഒരു കല്യാണത്തിനൊക്കെ എത്ര അവർ ഇറക്കൽ? ഒരു കല്യാണത്തിന് 50 ഒട്ടകം 60 ഒട്ടകമൊക്കെ ഇറക്കുക. സുബ്ഹാനല്ലാ. ആടുകൾ ഇറക്കുകയാണെങ്കിൽ 100 ആട് 150 ആട്. ആ ആടിൻ്റെ നാവ് ഇങ്ങനെ കടിച്ചു വെച്ച ആ രൂപ അതിങ്ങനെ പൊളിച്ചിട്ടൊരു വലിന് വലിച്ചാലേ അവർക്ക് റാഹത്താവുള്ളൂ. അപ്പോൾ ഓല് പറയും കുവൈസ് എന്ന് പറയും. ഉഷാറാക്കിടും, നല്ല കല്യാണമാണ് എന്ന് പറയും. അപ്പം അവർ തിന്നാലും നല്ല ഉഷാറാണ്. അവരാ തീറ്റ കൊണ്ടാണ്. നിങ്ങൾ കണ്ടില്ലേ അവരുടെ ശരീരത്തിൻ്റെ ഒരു പവർ? അതാ നമ്മളെ നാട്ടിൽ അറബികൾ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണ്. നമ്മൾ ഉള്ള ഈ ശരീരത്തിൻ്റെ ആരോഗ്യം മുഴുവനും കളഞ്ഞു. എങ്ങനെ കളഞ്ഞത്? കളഞ്ഞ് 2 നിലക്ക കളഞ്ഞ്. ഒന്ന്, അന്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അതാണ് നമ്മൾ കഴിക്കണത്. മത്സ്യവും മാംസവും കുറവാണ്. ഒന്ന്, എല്ലാവർക്കും കൊണ്ട് കയ്യിലട്ടോ പച്ചക്കറിയും കൂട്ടാൻ പറ്റും. രണ്ടാമത്തെ ഒന്ന്, ഈ ചുവന്ന മുളകിൻ്റെ പൊടിയും അതിൻ്റെ പുറമെ പച്ചമുളകും ചീന്തിട്ടിട്ട് ഉള്ള ആഫിയത്തൊക്കെ പോയില്ലേ? പോയി. ചുവന്ന മുളകിൻ്റെ പൊടി എത്രയും നോമ്പായിട്ട് പൊടിച്ചുകൊണ്ടേത്? എത്ര സഹോദരന്മാർ, എന്ത് ഹൈറാണ് അതിലുള്ളത്? ഒരു ഹൈറും അതിലില്ല. ചുവന്ന മുളകിൻ്റെ പൊടി നമ്മളെ ശരീരത്തെ ദുർബലാക്കാണ്. സുബ്ഹാനല്ലാ. നീര് ആവശ്യമുള്ളതൊക്കെ പോവുകയാണ്. ഞമ്മക്ക് ആ കറിൻ്റെ കളറിന് ചുവപ്പ് കണ്ട സന്തോഷമായി. നമുക്ക് ഒരിക്കൽ അല്ലേ എത്ര കിലോനാ പൊടിച്ചോണ്ട്. ഞാനിങ്ങനെ നോക്കി, പള്ളീൻ്റെ അടുത്തൊരു മില്ലുണ്ട് ഞാൻ നിൽക്കുന്നിടത്ത്. ആ മില്ലുണ്ടില്ലേ, എത്ര ആളാ പൊടി കൊണ്ടുപോകണം? ഓരോരുത്തർ 2-3 കിലോ. ഞാൻ അങ്ങനെ ചിന്തിച്ചു, ആ ചങ്ങായിക്ക് 10 കൊല്ലത്തെ ആയുസ് പോയി, മറ്റേക്ക് 10 കൊല്ലത്തെ ആരോഗ്യം പോയി. കിലോ കണക്കിന് കൊണ്ടുപോകല്ലേ? കുരുമുളകിൻ്റെ പൊടി ഏതെങ്കിലും ഫുലാൻ കൊണ്ടുപോകണ്ടോ? ആരുമില്ല. അത് കയറ്റിയേക്കാണ്. അത് നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ മുത്താണ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാ? അറബികൾ അല്ലേ? ഒരു ഫുൽഫുൽ അഹ്ലർ ഉപയോഗിക്കോ? ഫുൽഫുൽ അസ്വദ്. നമ്മളെ ഈ ഫുൽഫുൽ അഹ്മറും അഹ്ലറും കൊടുത്ത പച്ചമുളകും ചുവന്നമുളകും കൊടുത്ത അവർ ഹാർ എരിഞ്ഞിട്ട് വയ്യാന്നറിയും. അതാണ് നമ്മളെ ആരോഗ്യം. ഇങ്ങനെ അഹങ്കാരം. നിങ്ങളെ നോക്കുകയാണെങ്കിൽ 90 വയസ്സായ അറബി വടിയും കുത്തി പിടിച്ച് 1.5 മണിക്കൂർ നീണ്ട തറാവീഹിൽ നിന്നിട്ട് ഒരു കഥപ്പുമില്ല. നമ്മൾ തറാവി ചെറിയ സൂറത്ത് പോയി നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മളാകെ വാടി, നമ്മളെ കാണാനില്ല, ഒന്നിനും പറ്റുന്നില്ല. അതെന്താ? നമ്മൾ മഗ്‌രിബിന് കഴിച്ചപ്പോൾ നിങ്ങളൊന്ന് മാറ്റി പിടിച്ച് നോക്കി, നല്ല മാറ്റം ഉണ്ടാവും. കുരുമുളക് കഴിച്ചു നോക്കി, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, തീരെ ഉണ്ടാവില്ല, പിത്തത്തിൻ്റെ ഒരു അസുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ നല്ല ആടിങ്ങനെ കുറുമായി കിട്ടുമ്പോൾ അങ്ങനെ തിന്നുകണ്ടില്ലേ? ആട് കുറുമയിൽ മുളകും പൊടി കുറവാണ്, അതിൽ മസാലയോടൊപ്പം കൂടുതൽ ചേർക്കുന്ന കുരുമുളകാണ്. അതാ ചേർക്കേണ്ടതും. എത്ര കിലോ നമ്മൾ ആഫിയത്ത് പോവാണ്, നമ്മളറിയില്ല. മുളകൊക്കെ കൊണ്ട് വാങ്ങണം. 4 കിലോ മുളകൊക്കെ കൊണ്ട് വാങ്ങിയിട്ട് ഉണക്കാൻ വെച്ചാണ്ട് പൊടിച്ചാണ്. എന്നിട്ട് ആ മുളകിൻ്റെ കൂടെ മറ്റേ മുളകും. ഏത്? എല്ലാ ദിവസവും നിങ്ങൾ പീടികയിൽ നിന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ ഒരു സാധനം ആവർത്തിച്ച് പോരെന്ന് പറയാൻ എന്താ? ആ പച്ചമുളക് കാക്കിലോ എന്നും പറയാനുള്ള സംഗതിയാണ്. ഉള്ളിയോ തക്കാളിയോ പറയുകയാണെങ്കിൽ ഉടനെ പറയും പച്ചമുളക്. അപ്പം നമ്മളെ ആരോഗ്യമൊക്കെ പോയില്ലേ?
അപ്പൊ സഹോദരങ്ങളെ, കുരുമുളക് ഉപയോഗിക്കണം എല്ലാവരും. അത് ഉപയോഗിച്ച് നോക്കി നല്ല മാറ്റം ഉണ്ടാകും. മൂലക്കുരുവിന് അസുഖം വരൂല. കുരുമുളക് വലിയ സിദ്ധൌഷധാണ്. ഹദീസിലൊക്കെ അതിനെപ്പറ്റി പരാമർശമുണ്ട്. നമ്മുടെ ഈ മുളകിനെ പറ്റി ഒരു സ്ഥലത്തും പരാമർശമല്ല. കുരുമുളകിനെ പറ്റി ഹദീസിലുണ്ട്. കരിഞ്ചീരത്തൊക്കെ പറ്റി ഹദീസിലുണ്ട്. അൽ ഹബ്ബത്തു സൗദാ ശിഫാഉം മിൻ കുല്ലി ദാ ഇല്ലൽ ഹറമ വൽ മൗത്ത്. കരിഞ്ചീരകം അത് എല്ലാ രോഗത്തിനുള്ള ഒറ്റമൂലിയാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. വാർദ്ധക്യം അതൊരു രോഗമല്ലല്ലോ. രോഗമല്ല. ആരാ കരിഞ്ചീരകം ഉപയോഗിക്കരുത്? കരിഞ്ചീരകം ഉപയോഗിക്കണമെങ്കിൽ ഏതെങ്കിലും പൊരിയോ കടിയോ ഉണ്ടാക്കണ്ടേ? മറ്റു ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ്. അവർ ഈ കുരുമുളകിൻ്റെ പൊടി ഇങ്ങനെ അങ്ങോട്ട് വിതറി, കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറി ഇവിടെ പറിച്ചെടുക്കുകയാണ്. ഈ മേശപ്പുറത്ത് ഇങ്ങനെ വെക്കാൻ പാകത്തിൽ ഒരു എല്ലും കൊണ്ട് ഒരാൾ പറിച്ചെടുത്താൽ ആ എല്ലുമ്മൽ ഒരു കഷ്ണം ഇറച്ചി ഉണ്ടാവില്ല. അപ്പം എത്ര കിലോനാ തിന്നെന്ന് ചോദിച്ചാൽ 2 കിലോ 2.5 കിലോ തിന്നിട്ടുണ്ടാവും ഒരാൾ ഒരു ദിവസത്തെ ഒരു നേരത്താണ് ഈ പറയണത്. അപ്പം 10 ഒട്ടകങ്ങളെയാണ് ഖുറൈശികളുടെ ടെൻറ്റിൽ അറക്കുന്ന ഒട്ടകത്തിൻ്റെ കണക്ക് കിട്ടിയപ്പോഴാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എല്ലാ ദിവസവും 10 ഇല്ല, ചില ദിവസം 9. അപ്പോൾ 900-ൻ്റെയും 1000-ൻ്റെയും ഇടയിൽ ആളുണ്ട് എന്ന് ഉറപ്പാണ്. ഇവിടെ ആരോ ഒട്ടകത്തറുത്തണോ? നോമ്പ് വെച്ചിട്ടാ പോയത്? ആലോചിച്ച് നോക്കി. അവിടെ ഫലഭൂയിഷ്ടമായ ഒട്ടകത്തിൻ്റെ ഇറച്ചിങ്ങനെ തിന്ന് തടി ഇങ്ങനെ കൊഴിപ്പിച്ചിരിക്കുക. മല്ലിടാൻ വന്നതാ. ഇപ്പുറത്ത് ആകെ കിട്ടിയത് അള്ളാഹു നൽകിയ നല്ലൊരു മഴ. ആ മഴയിൽ നിന്ന് കിട്ടിയ വെള്ളം കെട്ടിവെച്ചിട്ടത് കുടിക്കുകയാണ്. പിന്നെയോ നോമ്പുകാരാണ്, നല്ല ആരോഗ്യവാന്മാരല്ലാത്തവരൊക്കെ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് നടന്ന ക്ഷീണം കൊണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെ ഇരിക്കുന്ന ബദരീങ്ങൾ, നിങ്ങൾ നോക്കവരെ കിബറിന് അല്ലാഹു തആല കൊടുത്തൊരു മറുപടിയാണിത്. ആ കിബറിൻ്റെ തുടക്കം കുറിച്ചത് പിന്നെ ഈ വെള്ളത്തിൻ്റെ മേലാണ്. വെള്ളം അവർക്ക് കുടിക്കാൻ വേണ്ടി നബിതങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് മഴ പെയ്തപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിവെച്ചു. ആദ്യം പിശാച് വന്ന് സ്വഹാബത്തിന് ദുർബോധനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ തരിശു ഭൂമിയിലാണെത്തിയത്, നിങ്ങളെ കയ്യിൽ ഭക്ഷ്യവസ്തുക്കളൊന്നുമില്ല. അപ്പുറത്ത് കണ്ടില്ലേ മുശ്രിക്കുകൾ, അവരെ കയ്യിൽ 1000കണക്കിന് ഒട്ടകങ്ങളുണ്ട്, കുതിരകൾ അതിനനുസരിച്ചുണ്ട്, എല്ലാ സർവ്വ സംവിധാനങ്ങളും സായുധ ശേഷിയും ഉണ്ട്. നിങ്ങൾ അങ്കുലി പരിമിതമാണ്, വെള്ളമില്ല, ഭക്ഷണമില്ല. സ്വഹാബത്തിന്റെ മനസ്സിൽ പിശാച് വന്ന് ചെറിയ വസുവാസുണ്ടാക്കിയപ്പോ അല്ലാഹു തആല നല്ല മഴ കൊടുത്തു. ആ മഴ അപ്പുറത്തുള്ള ടെന്റിൽ ഇതുപോലെ വർഷിക്കുന്നില്ല. ഈ പെയ്ത മഴയിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ ഒരു ഹൗദ് കെട്ടിവെച്ചു. ആ ഹൗദിന്റെ അടുത്തേക്ക് ആദ്യം ഒരു ടീം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് നിന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, ഒന്നും ചെയ്യരുത്, വെള്ളം എടുക്കാൻ വേണ്ടി വരികയാണ്. കാരണം വെള്ളം എന്നത് മനുഷ്യന്റെ ധർമ്മമാണ്, തടയാൻ പാടില്ലത്. അവര് വെള്ളം എടുക്കാൻ പറ്റുന്ന മുസ്ലിങ്ങളാ? അല്ലല്ല, കൊടിയ കുഫാറല്ലേ വെള്ളം എടുക്കാൻ വരുന്നത്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, വെള്ളം കുടിക്കാൻ കൊണ്ടുപോകാനാ വരുന്നത്, ഒന്നും ചെയ്യണ്ട. അങ്ങനെ പിന്നെ വേറൊരാൾ വെള്ളം കുടിക്കാൻ കൊണ്ടേ വേറൊരാൾ വരുന്നുണ്ട്, അസ്വദ്. എന്തിനാ വരുന്നത്? ടാങ്ക് പൊളിക്കാനാ വരുന്നത്. വെള്ളം കുടിക്കാനല്ല, നേരത്തെയുള്ള കിബറിന്റെ പിന്നാലെ വന്ന മറ്റൊരു കിബറാണത്. എന്താ ഓൽക്ക് മാത്രം ഒരു വെള്ളം? അതാ അത് ചിന്തിക്കണം. എന്തിനാ ഓൽക്ക് മാത്രം ഒരു വെള്ളം? എന്താ ഓൽക്ക് മാത്രം ഒരു ടാങ്ക്? അവർക്ക് ടാങ്കിന്റെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് പൈപ്പ് വെച്ച് കൊടുക്കാനോ കോരി കൊടുക്കാനോ പറഞ്ഞാൽ പോരെ. ഇത് പൊളിക്കും. അങ്ങനെ പൊളിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു നേരെ മുന്നോട്ട് നിന്നു. തൊടാനേക്കൂല എന്ന് പറഞ്ഞു. ശക്തമായി വന്നപ്പോൾ അവിടെ വെച്ച് വലവീശി കൊടുത്തൊരു വെട്ട്, ആ വെട്ടിൽ ആഞ്ഞു വീഴുന്നു. പക്ഷേ അയാൾ ലക്ഷ്യം നിർവഹിച്ചിട്ടുണ്ട്. ആ സക്കറാത്തിന്റെ ഹാലിലും പതുക്കെ കാലൊന്ന് നീക്കിയിട്ട് ഒരു കല്ല് പൊളിച്ചിട്ടുണ്ട്. ഒരു കല്ലുകൊണ്ട് പതുക്കൊന്ന് ഇങ്ങനെ തുറന്ന് വെള്ളം ഒഴിവാക്കാൻ വേണ്ടി ചെറിയ വിടവുണ്ടാക്കി. ഒരാൾ വീണെന്ന് കണ്ടപ്പോഴേക്ക് അബൂജഹൽ പറഞ്ഞു, ചങ്ങായിമാരെ ഉറങ്ങി നിൽക്കുക, നമ്മളെ ടീമിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ട്, എല്ലാവരും എഴുന്നേറ്റൂടി. അപ്പോഴാണ്
നേതൃത്വം നൽകാൻ സുറാഖത്ത് ബിൻ മാലിക് വന്നത്. ശൈത്താൻ സുറാഖത്തിന്റെ വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങൾക്ക് അഭയസ്ഥനാണ്, കാവലിന് ഞാനുണ്ട്, മുന്നോട്ട് നിന്നോളൂ. അങ്ങനെ മുന്നോട്ട് നിൽക്കുമ്പോൾ ആദ്യം വെല്ലുവിളിച്ചു. അവിടുന്ന് അബൂജഹലും കൂട്ടരും വെല്ലുവിളിച്ചു, ധൈര്യം ഉണ്ടെങ്കിൽ വരി, വെള്ളം കുടിക്കാൻ വന്ന ഒരാൾ ശരിയാക്കി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളം കുടിക്കാൻ വന്ന ആളൊന്നും കാട്ടിയില്ല, അങ്ങനെ പറയരുത്. ടാങ്ക് പൊളിക്കാൻ വന്ന് വീരവാദം മുഴക്കിയ ആളെ ശരിയാക്കിയത്, അത് പിന്നെ ശരിയാക്കേണ്ടതുമാണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതിനാപ്പോൾ ടാങ്ക് പൊളിക്കണ്? വെള്ളം കുടിക്കാൻ വന്നവർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്, ടാങ്ക് പൊളിക്കാൻ വരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കിബർ നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ ചാടി എഴുന്നേറ്റു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പടയൊരുക്കിയത് അൻസാറുകളിൽപ്പെട്ട 3 മഹാന്മാരെയാണ്. അൻസാറുകളെ ഒരു സഹകരണം നോക്ക് നിങ്ങൾ. ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാറുകൾ മക്കത്ത് വെച്ച് കരാർ എഴുതിയത് മദീനയിൽ എല്ലാവിധ സംരക്ഷണം കൊടുക്കുന്ന. ബദർ എന്ന് പറഞ്ഞ മദീനയിലല്ല, പുറത്താണ്. പക്ഷെ പോകുന്ന വഴിക്ക് നബിതങ്ങളോടുള്ള അംഗീകാരവും അവരെ ഈമാനിന്റെ ഊക്കുവാണത്. പോകുന്ന വഴിക്ക് നേരത്തെയുള്ള സംഘത്തെ കിട്ടാതെ മറ്റൊരു സംഘത്തെ അല്ലാഹു തആല തരുന്നു എന്നുള്ള വർത്തമാനം കിട്ടിയപ്പോൾ അത് സ്വഹാബത്തിനോട് പങ്കുവെച്ചു. സ്വഹാബ, നിങ്ങളെ തീരുമാനം പോലെ മുന്നോട്ട് നീങ്ങും. മുഹാജിറുകൾ പ്രശ്നമല്ല, കാരണം അവരേതും അംഗീകരിക്കാൻ റെഡിയാണ്. നാട്ടിൽ നിന്ന് വന്നവരല്ലേ. നാട്ടിൽ നിന്ന് വന്ന ഹിജ്റയേക്കാളും വലുതാണോ ബദർ? അല്ല. എത്ര സാഹസപ്പെട്ട ഹിജ്റ വന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 50 കൊല്ലം അധ്വാനിച്ച സ്വത്തൊക്കെ അവിടെ ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് വിട്ടുകൊടുത്തു പോരണമെങ്കിൽ ചില്ലറ ഈമാൻ മതിയോ? ഈമാനാണത്. മക്കത്തുനിന്ന് വരുമ്പോൾ തടഞ്ഞു വെച്ചു മുശ്രിക്കുകൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ. സുഹൈബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, സുഹൈബേ, നീ റോമക്കാരനാണ്. സുഹൈബ് റൂമി മക്കത്ത് വന്ന് താമസാക്കിയതാണ് യൗവനകാലത്ത്. അങ്ങനെ ഒരുപാട് കാലം ജീവിച്ച് അവിടെയാണ് കച്ചവടവും സമ്പത്തൊക്കെ ഉണ്ടാക്കിയത്. ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കിയിരുന്നു. സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, മദീനത്തേക്ക് പോകണമെങ്കിൽ സ്വത്ത് മുഴുവനും ഞങ്ങൾക്ക് വീതം വെച്ചരണം. ബല എളാപ്പാരും മൂത്താപ്പാരും സ്വത്തല്ല, സുഹൈബ് റളിയല്ലാഹുവിന് സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്താണ്. മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോൾ ആ പിടികൂടിയത്. സുഹൈബ് റളിയല്ലാഹുവിന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ എന്നെ പറ്റി അറിഞ്ഞിട്ടില്ലേ? ഞാൻ നിങ്ങളിൽ നല്ല അമ്പെയ്ത്തുകാരനാണ്. നിങ്ങളെ മുഴുവനും അമ്പെയ്ത് തോൽപ്പിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ഇപ്പോൾ ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ മദീനയാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് സമ്പത്ത് വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചോളൂ. ഓരോ സ്ഥലത്തുള്ള സമ്പത്തിന്റെ കണക്കങ്ങ് പറഞ്ഞു കൊടുത്തു. ഒരു ഈമാൻ നോക്ക് നിങ്ങൾ. ഒരൊറ്റ സ്വത്തും ബാക്കിയില്ലാതെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എടുത്തോളി, അതെടുത്തോളി. അത്രയും വലിയ ഈമാനാ മുഹാജിറുകൾക്ക്. ഒരു സമ്പത്തും ബാക്കി വെക്കാതെയാണ് മദീനയിലേക്ക് അവർ പോകുന്നത്. ഈമാൻ കൊണ്ടുള്ള പോക്കാണ്. അവരേതും അംഗീകരിക്കും. മുഹാജിറുകൾ അഭിപ്രായം പറഞ്ഞു, നബിയെ, ഞങ്ങൾ റെഡിയാന്ന് പറയുന്ന ആ മഹാന്മാർ ഭക്ഷണം കഴിച്ച് ഒരുങ്ങിയവരല്ല. വെള്ളം കുടിച്ച് നോമ്പ് മുറിച്ചവരുണ്ട്. ഇനിയും കുടിക്കാനുള്ളത് വെള്ളം തന്നെ, വേറൊന്നുമില്ല കയ്യിൽ. കാരണം യുദ്ധം ലക്ഷ്യമാക്കി പോയതല്ല, സമരം പ്രതിരോധം ലക്ഷ്യമാക്കി പോയതല്ല. വർത്തക സംഘത്തെ തടഞ്ഞു നിർത്തിയിട്ട് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി മദീനയിലേക്ക് വരാൻ പോയതാ. പക്ഷെ ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അൻസാറുകൾ അവരെ മറുപടി ആ നബി തങ്ങൾക്ക് വേണ്ടത്. ബദരീങ്ങളിൽ കൂടുതൽ അൻസാറുകളാ മുഹാജിറുകളാ? അൻസാറുകളാണ്. മുഹാജിറുകൾ കുറച്ചേ ഉള്ളൂ, അൻസാറുകളാണ് അധികം. അൻസാറുകൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഒരുക്കമാണ്. തങ്ങൾ ഞങ്ങളോട് പറയുന്നത്, ഒരു സമുദ്രം നീന്തിക്കടക്കാനാണെങ്കിൽ ഞങ്ങളവിടെ അമാന്തം കാണിക്കൂല, നീന്തിക്കടക്കും. അതല്ല, കത്തിക്കൊണ്ടിരിക്കുന്നൊരു മല മുറിച്ച് കടക്കാനാണോ പറയുന്നത്? ഞങ്ങൾ അതിനും സജ്ജമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല. മൂസാ നബിന്റെ അനുയായികൾ എന്താ പറഞ്ഞത്? അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്ത ടീമാണ് മൂസാ നബിന്റെ അനുയായികൾ. സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഭക്ഷണം കൊടുത്തു. ചില്ലറ ഭക്ഷണം, ₹1 ബില്ലടക്കണ്ട. രാവിലെ ഒരു തരം ഭക്ഷണം, വൈകുന്നേരം മറ്റൊന്ന്. രാവിലെ കട്ടിത്തേൻ, വൈകുന്നേരം കാടപ്പക്ഷി. ഇരുന്നെടുത്താൽ മതി. തേൻ കുടിച്ചാൽ തന്നെ, കട്ടിത്തേൻ കുടിച്ചാൽ തന്നെ ഭക്ഷണം കഴിച്ചതൊക്കെ കിട്ടും. നമ്മൾ കുടിക്കുന്ന തേൻ പോലെ അല്ലത്, സ്വർഗത്തിൽ നിന്ന് വരുന്ന തേനല്ലേ.
അപ്പൊ അതിന് ദാഹവും വിശപ്പും രണ്ടും പരിഹരിക്കും. വൈകുന്നേരമാണെങ്കിലോ കാടപ്പക്ഷി, ഈ കാടല്ല, അത് ശരി നിങ്ങൾ ഇവിടുത്തെ കാട കണക്കൂട്ടിയത്, അതല്ല, സ്വർഗത്തിൽ നിന്ന് ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ആ കാടപ്പക്ഷിയുടെ ടേസ്റ്റ് ഇവിടെയുള്ള എത്ര കാട തിന്നാലും കിട്ടുമോ? അവിടെ കിട്ടാനാ കിട്ടൂല. ഇതിങ്ങനെ ഭക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരോട് മൂസാ നബി അലൈഹിസ്സലാം അന്നത്തെ കാലത്തൊരു യുദ്ധത്തിന് വിളിച്ചു. യുദ്ധത്തിന് വിളിച്ചപ്പോൾ ഇതൊക്കെ കിട്ടിയ ആൾക്കാരെന്താ പറഞ്ഞറിയോ? മൂസാ നബിയെ, നിങ്ങളും പടച്ചോനും പോയി യുദ്ധം ചെയ്തോളി, ഞങ്ങൾ പുരയിൽ ഇരുന്നോളാം. നിങ്ങൾ നന്ദി കെട്ട വർത്തമാനമാണ്. അൻസാറുകൾ പറയുന്നത് മൂസാ നബിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല. ഞങ്ങൾ പറയുന്നത് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ. ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ്, പോരാട്ടത്തിന് റെഡിയാണ്. അൻസാറുകളെ പേരാ നബി തങ്ങൾ ആദ്യം വിളിച്ചത്. 3 പേര് മുന്നോട്ട് നിന്നു. മുന്നോട്ടെത്തിയപ്പോ അപ്പുറത്തുനിന്ന് അബൂജഹൽ ഇങ്ങനെ നോക്കിയിട്ട്, അബൂജഹൽ ആദ്യ യുദ്ധത്തിന് വന്നിട്ടില്ല, അബൂജഹൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അൻസാറുകൾ വേണ്ട, ഒരു നല്ല ആൾക്കാരാണ്, ഞങ്ങളെ നാട്ടുകാർ വരട്ടെ. ഞങ്ങളെ നാട്ടുകാരെന്ന മക്കാരെയാണ് ചോദിക്കുന്നത്, മക്കാര് വരട്ടെ എന്ന്. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി 3 സിംഹരാം, പിന്നിലെ ഉബൈദത്തും മുൻ ഹംസയും വഹൈദറാം. മുഹാജിർ എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, ഖും യാ അലി, അലി എഴുന്നേൽക്ക്. ഖും യാ ഹംസ, ഹംസ റളിയല്ലാഹു അൻഹു തങ്ങളെ എഴുന്നേൽക്ക്. ഖും യാ ഉബൈദ, ഉബൈദത്ത് ബിൻ ജറാഹ് തങ്ങളെ എഴുന്നേൽക്ക്. 3 പേര് മുന്നോട്ട് നിന്നു. അപ്പുറത്ത് നിൽക്കുന്നത് ഒന്ന് വലീദാണ്, മറ്റൊന്ന് ഉത്ബയാണ്, മറ്റൊന്ന് ഷൈബയാണ്. ഷൈബയും ഉത്ബയും നല്ല ചെറുപ്പക്കാരെ യൗവനം തുളുമ്പുന്നവരാണ്. അവരെ നേരിടുന്നത് ഇപ്പുറത്തുള്ള യുവാക്കളായ അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. വലീദ് പ്രായം കൂടുതലുള്ള ആളാണ്, ഇപ്പുറത്തുള്ള ഉബൈദ റളിയല്ലാഹു അൻഹു പ്രായം കൂടുതലുള്ള ആളാണ്. അവർ തമ്മിലാണ് കടവക്കൽ. അങ്ങനെ അങ്ങോട്ട് യുദ്ധം തുടങ്ങി. ഇതിനാണ് ദ്വന്ദ്വ യുദ്ധം എന്ന് പറയൽ. വ്യക്തികൾ തമ്മിലുള്ള യുദ്ധമാണ് ആദ്യം നടന്ന അതാണ്. അപ്പോഴൊക്കെ മറ്റാളിങ്ങനെ പിരി കൂട്ടുന്നുണ്ട്, അടിച്ച് കാശിക്കൂടി, ഓരോന്നും ഒരു കഴിവില്ലാത്തവരാണ്. ശൈത്താനിങ്ങനെ പിരി മുറുക്ക് നിന്നിട്ട് മുന്നിലിങ്ങനെ പതാകയും പിടിച്ച് നിൽക്കല്ലേ. ഹംസ റളിയല്ലാഹു അൻഹു മുന്നോട്ട് നിന്ന് തൻ്റെ എതിരാളിയെ ഒറ്റടി. അലി റളിയല്ലാഹു അൻഹു ഒറ്റ ചാട്ടം, അതും കഴിഞ്ഞു. പിന്നെ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ചെറിയൊരു സാഹസം ഇങ്ങനെ വരുന്നുണ്ട്. പ്രായം കൂടുതലുള്ള സ്വഹാബിയാണല്ലോ. അപ്പൊ അപ്പുറത്തുനിന്നൊരു വെട്ട് കിട്ടി ഇങ്ങോട്ട് ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക്. അപ്പോഴേക്ക് ഈ 2 സ്വഹാബിമാരും കുതിച്ചു, വലീദിനെയും ശരിയാക്കി. അപ്പൊ അബൂജഹൽ പറഞ്ഞു, എടാ ഉറക്കന്മാരെ, ഉറങ്ങിന്നിട്ട് കാര്യമില്ല, ഇപ്പൊ 4 എണ്ണമായി. നേരത്തെ 1, ഇപ്പൊ 3, 4 എണ്ണം പോയി. അപ്പുറത്ത് ഒന്നുകൂടി കാലിയായിട്ടില്ല. ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നേരെ താങ്ങി സ്വഹാബത്ത് ടെന്റിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകൾ ചോദ്യം, നബിയെ, ഞാൻ ശുഹദാക്കളിൽപ്പെട്ട ആളാകൂലേ? എനിക്ക് ഷഹാദത്തിന്റെ മഹത്വം കിട്ടൂലേ? അപ്പൊ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളോട് പറഞ്ഞു, എനിക്ക് ഷഹാദത്ത് കിട്ടണം, എനിക്ക് ഷഹീദാകണം, അതാ താല്പര്യം. തങ്ങൾ പറഞ്ഞു, അന്ത മിനശ് ശുഹദാ, വെട്ടേറ്റ നിങ്ങൾ ശുഹദാക്കളിൽപ്പെട്ട ആളാണ്. ബദർ ശുഹദാക്കൾ 14 മറക്കരുത്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ 313, 14, 15 അഭിപ്രായമുണ്ട്. 365 വരെ അഭിപ്രായത്തിന്റെ കൗലുകളുണ്ട്. ബദരീങ്ങൾ എന്ന് പറഞ്ഞതും ശുഹദാക്കൾ എന്ന് പറഞ്ഞു 2 ശുഹദാക്കൾ 14 എണ്ണമാണ്. മറ്റേതും ബദർ ശുഹദാക്കളാണ്. പക്ഷെ അവർക്ക് ബദരീങ്ങൾ നാം മൊത്തത്തിൽ പറയാ. ഷഹീദായവർ 14 ആളുകളാണ്. 13 ആള് രണാങ്കണത്തിൽ ഷഹീദായി. തിരിച്ചിങ്ങനെ വരുമ്പോ മദീന എത്തുന്നതിന്റെ മുമ്പ് ഉബൈദ റളിയല്ലാഹു അൻഹുവും ഷഹീദായി. അങ്ങനെ 3 പേര് അപ്പുറത്ത് പോയപ്പോ അബൂജഹൽ പറഞ്ഞു, എല്ലാവരോടും എണീക്കാൻ. എല്ലാവരോടും എണീക്കാൻ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അവര് ഈ 3 ആളെ പണിയാക്കി ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു മാറിയപ്പോ ഇപ്പുറത്ത് വന്ന് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലാണ്. എവിടെ? പന്തലിന്റെ ഉള്ളിൽ. ആ പന്തൽ നിന്നേടത്ത് ഇന്നൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ അരീഷ്. ബദറിൽ പോകുന്ന ആളുകൾ അവിടെ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബദറിൽ ഇങ്ങനെ പോയിട്ട് ഈ ചരിത്രം ഇങ്ങനെ മനസ്സിലാക്കി ബദർ ഇങ്ങനെ പോയി കാണണം. അപ്പോഴേ ഇതൊക്കെ തിരിയുള്ളൂ. ഇതൊക്കെ ശരിക്കും പഠിച്ചു. ഞാനിപ്പോൾ അത് ഫുള്ള് പറയില്ല. എവിടെ ഫുള്ള് ഒരു ഭാഗം കടിക്കാൻ കഴിയൂല, അത്രേ തുടങ്ങാൻ കഴിയുള്ളൂ. ബദറിൽ പോയി ആ പന്തൽ ഇങ്ങനെ കണ്ടാൽ ആ പന്തലിന്റെ നേരെ അപ്പുറത്താണ്
സ്വഹാബത്ത് തമ്പടിച്ച സ്ഥലം. കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയാൽ ഖുറൈശികളൊക്കെ വീണ സ്ഥലം കാണാം. ആ വീണിൻ്റെ തൊട്ടപ്പുറത്താണ് ഖലീബ് ബദർ, ബദറിലെ പൊട്ടക്കിണറുള്ളത്. പന്തലിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ശുഹദാക്കൾ അന്തിയിറങ്ങുന്ന സ്ഥലമുള്ളത്. അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ചെറിയ അടയാളങ്ങളൊക്കെ പോയി നോക്കിയാൽ കാണാം. പള്ളി ഏതായാലും അവിടെ ഉണ്ട്. ആ പള്ളി നിന്നിടത്താണ് പന്തലുണ്ടായിരുന്നത്. ആ പന്തലിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കി അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വഹാബത്തൊക്കെ പ്രാർത്ഥനയിലാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്. കുറെ നേരം സുജൂദിൽ നെറ്റി വെച്ചിട്ടും തലയെടുക്കാതിരുന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഒന്ന് കാത് വെച്ച് നോക്കി, എന്താണ് ഈ ചൊല്ലുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സുജൂദിലങ്ങനെ നെറ്റിവെച്ച് തങ്ങൾ ചൊല്ലുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ആവർത്തിച്ച് ചൊല്ലുകയാണ്. അല്ലാഹുവോട് ഒറ്റ ദുആ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു ഫിൽ അർളി അബദാ. ഈ ചെറു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ, ഈ ചെറു സംഘത്തെ നീ തോൽപ്പിക്കുകയാണെങ്കിൽ ഭൂമിയിൽ പിന്നെ നിനക്ക് ആരാധന നടക്കൂല. നിനക്ക് ഇബാദത്തെടുക്കാൻ ഭൂമിയിൽ ഒരു കുട്ടിയെയും കിട്ടൂല. അല്ലാഹ് സുജൂദിൽ നിന്ന് തല ഉയർത്തിയിട്ട് സലാം വീട്ടിയ ഉടനെ തന്നെ പറഞ്ഞു, ഖദ് ജാഅത്തിൽ ബുശ്റാ, ദാ സന്തോഷം വന്നു. അപ്പോഴേക്ക് മലക്കുകൾ വരാൻ. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും മീകായിൽ അലൈഹിസ്സലാമിൻ്റെയും നേതൃത്വത്തിൽ പതാകയും പിടിച്ച് മലക്കുകൾ വരാൻ. മലക്കളുടെ കയ്യിലും പതാക ഉണ്ട്. പതാക ഇന്നലെ തുടങ്ങിയോന്നല്ല, മുമ്പേ ഉണ്ട്. ശരി, പതാകയും പിടിച്ച് വരികയാണ്. വെള്ളപ്പതാകകൾ പിടിച്ച് മലക്കുകൾ ഇറങ്ങി വരികയാണ്. മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നത് സ്വഹാബിമാര് അനുഭവിക്കുന്നതിൻ്റെ മുമ്പ് നോക്കിക്കണ്ട അപ്പുറത്ത് നേതാവായി നിൽക്കുന്ന ശൈത്താൻ അവരോട് പറഞ്ഞു, ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ. അയാൾ റിവേഴ്സ് അടിക്കാൻ തുടങ്ങി. പിറകോട്ട് റിവേഴ്സ് അടിച്ചപ്പോൾ അബൂജഹൽ കൊടുത്തൊരുന്ത് മുന്നോട്ട്. ഞങ്ങളുടെ നേതാവായി നിൽക്കുന്ന ആളെ ബാക്കോട്ട് മുന്നോട്ട് കയറും. അങ്ങനെ അബൂജഹൽ ഇയാൾ പിന്തിരിഞ്ഞ് വാക്കുമ്പോൾ ഒരു പിടുത്തം പിടിച്ചു. പോകാൻ പറ്റൂല. എന്താ അയാൾ പറഞ്ഞത്? ഇന്നീ അറാ മാലാ തറവ്, ഞങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. മലക്കൾ വരുന്നുണ്ട്. മുശ്രിക്കുകളെ നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി യഖാഫുല്ലാ, ഞാൻ അള്ളാനെ പേടിക്കുന്നു. ഇവിടെ നിന്നാൽ എൻ്റെ പണി ഉറപ്പാ പറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ പോകാണ്. അബൂജഹൽ പറഞ്ഞു പോകാൻ പറ്റുമോ? ഒരു പിടുത്തണ് പിടിച്ചപ്പോൾ മാറിന് നോക്കി 4 കുത്തണം കിട്ടിയപ്പോൾ അബൂജഹൽ വേഗം വിട്ടു. അങ്ങനെ വേദനാകല്ലേ. അടുത്ത ആളും പിടിച്ചു, അടുത്ത ആളെയും കുത്തി. പിടിച്ചവരെ മുഴുവനും കുത്തി ഓടിയപ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞു, സുറാക്ക ഞങ്ങൾ മക്കത്തേക്ക് വരട്ടെ, കാണിച്ചു തരാം. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഇവർ മക്കത്തെത്തിയപ്പോൾ യുദ്ധത്തിന് വരാത്ത സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കോളറൻ പിടിച്ചു. അയാൾ ആകെ പേടിച്ചു പോയി. അല്ല നിങ്ങളല്ലേ ബദറിൽ? ഞാൻ ബദറിലോ? ആ നിങ്ങൾ തന്നെ. ഞാനോ? ആ നിങ്ങൾ തന്നെ. ഞാൻ വന്നിട്ടില്ല. നിങ്ങൾ വന്നിട്ടില്ലാന്നോ? അപ്പോൾ എന്നാൽ ഇവരോടൊക്കെ ചോദിച്ചു നോക്കി. ഇല്ല ഇയാൾ പോയില്ല, ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റൊരു ഒരാവിടെ ഉണ്ടായിരുന്നു. ആകെ തർക്കായി. ഉണ്ടായിരുന്നു എന്നൊരു കൂട്ടർ, അല്ല ഇല്ല എന്നൊരു കൂട്ടരും. വന്ന ആൾ സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ വേഷത്തിൽ ഇബ്ലീസാണ്. എന്ത് ഓട്ടാ ഓടിയത്, എന്ത് പിന്തിരിയലാ പിരിയലും. മലക്കുകൾ ആദ്യ ഘട്ടത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് സ്വഹാബത്തതാ മുന്നോട്ട് നീങ്ങുന്നു. മലക്കുകൾ യുദ്ധം ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതിൽ 2 അഭിപ്രായമുണ്ട്. ചെയ്തു എന്ന് ബലപ്പെടുത്തുന്ന തെളിവുകൾ ധാരാളം ഉണ്ട്. ഇല്ല, മലക്കുകൾ ഇവർക്ക് സഹായം ചെയ്തു കൊടുത്തതാണ്. കാരണം പലരും പറഞ്ഞിട്ടുണ്ട് പിന്നീട് ശത്രുക്കൾ, എന്നെ വെട്ടിയത് മനുഷ്യനല്ല, എന്നെ വെട്ടിയത് ഒരിക്കലും മനുഷ്യനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് നിന്ന് സ്വഹാബത്തിന് ധൈര്യമായി. കൂട്ടമായിട്ടാണ് പോരാട്ടം നടക്കുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തിലാണ്. മലക്കുകൾ അല്ലാഹു തആല ഇങ്ങനെ ഇറക്കി കൊടുത്തിരിക്കുകയാണ്. അവരെക്കാളും എത്ര ഇരട്ടിയാണ് മലക്കുകൾ ഇറങ്ങി വന്നത്. വലിയ ഒരു സഹായമാണ് അല്ലാഹു കൊടുത്തത് ഈമാനിന്റെ പേരിൽ. 1 മിനിറ്റ് പോലും പിന്തിരിയുന്ന ഒരു മനസ്സില്ലാതെ അള്ളാഹുവിൻ്റെ തീരുമാനം അംഗീകരിച്ച ഈമാൻ. പട്ടിണി കിടന്ന് നോമ്പ് നോറ്റിട്ടും റബ്ബിന്റെ തീരുമാനം അംഗീകരിച്ചു. അള്ളാഹു കൊടുത്ത വാഗ്ദാനം സ്വീകരിച്ചു. വെള്ളം കുടിച്ച് മുന്നോട്ട് നീങ്ങിയ സ്വഹാബിമാർ ഗജവീരുക്കളായി യുദ്ധം നയിക്കുന്നു. അങ്ങനെ ഒരുപാട് പോരാട്ടത്തിന്റെ കഥകൾ പറയാനുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ. വമ്പനായ അബൂജഹലിനെ പറ്റി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്,
ഞാനിങ്ങനെ നിൽക്കുമ്പോൾ 2 കുട്ടികൾ പ്രായപൂർത്തിയോട് എത്താൻ പക്വത എത്തുന്ന, പ്രായപൂർത്തിയായിട്ടില്ല 2 മക്കൾ 2 ഭാഗത്തുനിന്നും എന്നെ തോണ്ടിയിട്ട് ചോദിച്ചു, അബൂജഹൽ പറഞ്ഞ സാധനം ഏതാണ്? കാരണം അവർ മദീനത്തോൽ കണ്ടിട്ടില്ലല്ലോ, അബൂജഹൽ ഏതാണ്? അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും, ഈ കുട്ടികൾ ഇപ്പോൾ അബൂജഹലിന് എന്ത് ചെയ്യാനാ, ഏതായാലും കാണിച്ചു കൊടുക്കല്ലേ, അതാ ആ നിൽക്കണ ആ വലിയ പടപ്പാണെന്ന്, ആ വലിയ മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാണ്, ആ കുട്ടികൾ കുതിച്ചത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, വ അന ബൈനൽ ജബലൈനിൽ അളീമൈൻ, ഞാൻ 2 മലകൾക്കിടയിലാന്ന് എനിക്ക് മനസ്സിലായി. അത് രണ്ട് ഭാഗത്തുള്ള മല, ഞാൻ ഇടയിൽ കുടുങ്ങിപ്പോയ ആളാണ്. കുട്ടികൾ ഒരൊറ്റ കുതിക്കൽ, ഒരൊറ്റ പണിയാകൽ, അബൂജഹൽ താഴോട്ട് പോകും. അബൂജഹൽ വീണപ്പോൾ ഒരു ഭയങ്കര സൗണ്ട് ഉണ്ടായി എന്നാണ്. നിങ്ങളെന്തേ മനസ്സിലാക്കിയത്? അബൂജഹൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയൊരു സാധനമാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഇങ്ങനത്തെ ഒരു ഡെസ്ക് 2-3 വെച്ചാൽ അത്ര തടി ഉണ്ടാവും അബൂജഹലിൻ്റെ തടി. അത്ര വലിയ ഹൈറ്റ് അനുസരിച്ച് ഹൈറ്റും വെയിറ്റുള്ള ആളാണ്. അയാൾ അങ്ങോട്ട് വീണതോടുകൂടി പിന്നെ അപ്പുറത്തൊക്കെ കലങ്ങിയിലാകെ. അങ്ങനെ ബദരീങ്ങളിൽ മലക്കുകളിൽ ഇറങ്ങി വന്നവരെ സഹായിച്ച സഹായം, അവർ പിന്തുണ നൽകിയത്, സന്തോഷം നൽകിയത് മലക്കുകളെ വാക്കാണ്. ഫദ്രിബൂ ഫൗഖൽ അനാഖ് വദ്രിബൂ മിൻഹും കുല്ല ബനാൻ. വെട്ടിക്കോളി, പെർമിറ്റാണ്. കുറേ അഹങ്കാരമല്ലേ ചെയ്തത്, അതിനുള്ള ശിക്ഷയാണ്, ഒരു പഠിക്കട്ടെ. അങ്ങനെ കടന്ന് ഇത്രയും ഇങ്ങനെ മുന്നോട്ടിങ്ങനെ കുതിക്കുന്ന നേരത്ത് പലരും പല ഭാഗത്തേക്ക് ഓടുന്നുണ്ട്. ആ കൂട്ടത്തിൽ കുന്നിൻ മുകളിലേക്കും മലമുകളിലേക്കും ഒക്കെ ഓടുന്ന ആളുകളുണ്ട്. പക്ഷേ കുറേ ആളുകൾ മുന്നിൽ ഇങ്ങനെ പണിയായപ്പോൾ ഒറ്റ ഓടുകയാണ്. അങ്ങനെ പിന്തിരിഞ്ഞ് ഓടുന്ന ആളുകളിൽ 70 ആളുകളെ തടവിലാക്കി, 70 ആളുകൾ നിലംപരിശായി ശത്രുപക്ഷത്ത്. ഇപ്പുറത്ത് 13 ആളുകൾ ഷഹീദായി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പന്തലിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചെത്തി. പന്തലിൻ്റെ ഉള്ളിലും പുറത്തുമായി സ്വഹാബത്തും വിശ്രമിക്കുന്നു. എത്ര കറക്റ്റായിട്ടാണ് അള്ളാഹുവിൻ്റെ തീരുമാനം! അവരെ കിബിറിന് അള്ളാഹു തആല കൊടുത്ത തിരിച്ചടിയാണ്. ചെറിയ തിരിച്ചടിയല്ല, ഈമാനാണ് അവർ മുന്നോട്ട് വെച്ചത്. സ്വഹാബത്തിൻ്റെ ഈമാനാണ്, വേറെ ഒന്നും അവരെ കയ്യിലില്ല. അല്ലാതെ ഈ 313 ആളുകൾ 4 വാളുകളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? 4 കുതിരകളെ കൊണ്ട്, 5 കുതിരകളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? പക്ഷേ അള്ള കൊടുത്ത സഹായം ചെറുതല്ല. സ്പെഷ്യൽ കുതിരകളെ പുറത്തായി പലരും വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മക്ക ബദർ യുദ്ധം കഴിഞ്ഞ ശേഷം അബൂലഹബ് ഒരു ദിവസം കഅബയുടെ ചാരത്തേക്ക് ചെന്നു. അബൂലഹബ് ഇങ്ങനെ ചെന്നു നോക്കുമ്പോൾ കഅബയുടെ മുറ്റം ശൂന്യമാണ്. കഅബന്റെ മുറ്റപ്പം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് നോക്കിയ മാതിരിയാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജ് ആളുണ്ടോ? എവിടെ ആള്? നിങ്ങൾ മഞ്ചേരി പോയേക്കാണ് ഒരാളും തിക്കാതെ തിരക്കാതെ വേറെ രോഗിനെ പോയി കാണാം. ഉണ്ടോ? ആളില്ല എവിടെയും. ആൾക്കാർക്കൊക്കെ ആകെ പേടിയായി പോയി. നിങ്ങൾ അല്ലാഹു തആല ഒരു ടീം, ഒരു മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ അല്ലാഹു തആലക്ക് ചെറിയ സിഗ്നൽ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. തോനൊന്നും ആവശ്യമില്ല. അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. നമ്മളൊക്കെ നല്ലോണം മനസ്സിലാക്കണം, നല്ലോണം ചിന്തിക്കണം. പരീക്ഷണം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് വരും, ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പഠിക്കാൻ വേണ്ടത്. ഒരാൾ അയാളുടെ വീട്ടിലോ കുടുംബത്തിലോ ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്നൊരാൾ മരണപ്പെട്ടാൽ ആ കുടുംബം അത് കാരണമായി പഠിച്ച് നന്നാകാൻ വേണ്ടത്. അതിന് അള്ള കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മളും മരിച്ചില്ല ഇനി അങ്ങനെയൊക്കെ മതി എന്നുള്ളതിനല്ല, പഠിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അധിഷ്ഠാനങ്ങളൊക്കെ തരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, നാട്ടിൽ എത്രയോ രോഗികൾ ഇപ്പോഴും ഉണ്ട് അല്ലേ? ആരോഗ്യമുള്ള എത്ര ആൾക്കാർ പോയി? രോഗികളത് ആ മരുന്ന് കുടിച്ചപ്പോൾ 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലമായിട്ട് അങ്ങനെ മരുന്ന് കുടിച്ചെടുക്കുന്നു. ഒരു രോഗമില്ലാത്ത ആരോഗ്യവാന്മാർ എത്ര വേഗം പോയി. അള്ളാഹു നൽകുന്ന വലിയൊരു പാഠമാണ്, നമ്മളത് ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ബദരീങ്ങളുടെ ഈ അവസ്ഥകളൊക്കെ കഴിഞ്ഞ് അബൂലഹബ് ബദറിൽ പോകാത്ത ആളാണ്, അതിലേക്ക് പോയില്ല. അബൂലഹബിന് ഉറപ്പാണ് മക്ക വിട്ടുപോയാൽ ജീവൻ പോകുന്നു. അബൂലഹബ് പോകാതിരുന്നപ്പോൾ അബൂലഹബിനെ ഭയങ്കര വിമർശനം നടത്തിയ ആളാണ് അബൂജഹൽ. അബൂജഹൽ ഒരു പായും ഒരു തലക്കണിയും ഒരു പുതപ്പും കുറച്ച് കുന്തിരിക്കും കൊടുത്തയച്ച ഒരാളെ കയ്യിൽ. എന്തിന്? ഈ പായ വിരിച്ച് പുതപ്പും വിരിച്ച് കുന്തിരിക്കും പുകയിപ്പിച്ച് പെണ്ണുങ്ങളെ കൂടെ അവിടെ കടന്നോളിയും. അതൊക്കെ ഒരു പെങ്കൂസനാണ്, ഒരാണത്തല്ല ഇങ്ങൾക്കൊന്നും.
അപ്പം അബൂലഹബ് പറഞ്ഞു, നിങ്ങൾ എന്നെപ്പറ്റി അങ്ങനെ പറയില്ല, ഞാൻ നിങ്ങളെ കൂട്ടത്തിലെ നേതാവല്ലേ, നിങ്ങൾ എന്തെങ്കിലും പകരം ചോദിച്ചോളൂ, ഞാൻ പോരൂല, എന്തെങ്കിലും ചോദിച്ചോളൂ, ചോദിച്ചോളൂ തരാം. അന്നങ്ങളെ വക ഒരു 100 ഒട്ടകം തരി. കൊടുക്കാൻ അബൂലഹബിൻ്റെ സ്വത്തുണ്ട്, അത് കൊടുത്തയച്ചു. അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞിങ്ങനെ പോയിരിക്കുമ്പോൾ ഒരൊറ്റ കുട്ടിയില്ല. ആ കാബൻ്റെ പുറത്തുള്ള തിണ്ണയിൽ ആരൊക്കെ ഇരിക്കലുണ്ട്? അബൂജഹൽ ഉണ്ടാകലുണ്ട്, ഉത്ബുണ്ട്, ഷൈബുണ്ട്, വലീദുണ്ട്, ഉമയ്യത്തുണ്ട്. ഒറ്റൊന്നിനും കാണാനില്ല. നേതാക്കളായ നേതാക്കളൊക്കെ പോയിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരാണ്, കച്ചവട സംഘത്തിലുള്ളവരാണ്. അബൂലഹബ് അവിടെ ഇങ്ങനെ ചോദിക്കാണ് അവരോട്, യുദ്ധത്തിൽ പോയ ആൾക്കാരും പോകാത്ത ആൾക്കാരോട്, നമ്മളെ നേതാക്കളൊക്കെ പോയല്ലേ? അപ്പോൾ യുദ്ധത്തിന് പോയ ഒരാൾ പറയാണ്, സത്യത്തിൽ നമ്മളെ നേതാക്കളെ വെട്ടിയതൊന്നും സ്വഹാബിമാരല്ല, കറുപ്പും വെളുപ്പായിട്ട് കുറച്ച് കോലങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. കുറച്ച് കറുപ്പും വെറുപ്പും പുള്ളികളിങ്ങനെ. യുദ്ധം നടന്ന് പകലാ രാത്രിയാ? പകലാണ്. പകലല്ലേ യുദ്ധം നടന്നത്? പകലാണ് നടന്നത്. കറുപ്പും വെളുപ്പും ഇങ്ങനെ കണ്ടുവന്നു, അത്രേ കാണുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോ അവിടെ ഇങ്ങനെ അടിച്ചു വാരി കൊണ്ടിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു അടിമണ്ട്, അബൂ റാഫി റളിയല്ലാഹുവിന് പറഞ്ഞു, വല്ലാഹി തിൽക്കൽ മലായിക. കറുപ്പും വെളുപ്പും എന്താ തിരിഞ്ഞിട്ടില്ലല്ലേ? അത് മലക്കുകളാണ് കൂട്ടരെ. മലക്കുകൾ നിങ്ങൾ കണ്ട കളറാണ് ആ കറുപ്പും വെളുപ്പും. മലക്കുകളാണ് യുദ്ധത്തിൽ പങ്കെടുത്ത് ശരിക്കും നല്ല വിജയം കൊടുത്തത്. എന്നിട്ടാണ് നിങ്ങൾ ആളുകളൊക്കെ ഇങ്ങനെ തകർന്നു പോയത്. ഈ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പ്രതികാരം വീട്ടാൻ വേണ്ടി ഒന്നുകൂടി മുശ്രിക്കുകൾ വന്നിരുന്നു. സ്വഹാബിമാരങ്ങോട്ട് അടുത്ത് ചെന്നപ്പോഴേക്കിന് അബൂ സുഫിയാൻ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഓടിയതാ. കാരണം പഴയ അനുഭവം വീണ്ടും വരുമോ എന്ന് അവർക്കൊരു പേടി. അബൂലഹബ് പറഞ്ഞു, വല്ലാത്ത നഷ്ടം തന്നെ, നേതാക്കളെ ശേഷം ഒന്നും ഇവിടെ ജീവിച്ചിട്ട് കാര്യമല്ല, ഒക്കെ പോയില്ലേ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ സ്വഹാബിമാർ പങ്കെടുത്ത ഈ പ്രതിരോധത്തിൽ അവർക്ക് വലിയ സഹായമായി മലക്കുകൾ വർത്തിച്ചത് അവർ ഈമാൻ്റെ ശക്തി കൊണ്ടാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. മുസ്ലിങ്ങൾ എല്ലാ രംഗങ്ങളിലും താഴ്ത്തപ്പെടാൻ, അവർ അവമതിപ്പിക്കപ്പെടാനുള്ള കാരണം ഈമാനും ഇഖ്ലാസും കുറഞ്ഞു പോയി എന്നുള്ള വിഷയമാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ കണ്ടില്ല, പല ഭാഗത്തും UP-യിൽ അവിടെയും ഇവിടെയൊക്കെ മുസ്ലിങ്ങൾ എങ്ങനെ ശരിയാക്കണ്. അവിടെയുള്ള മുസ്ലിങ്ങളെ ഈമാൻ ഇവിടെ വരുന്ന ആൾക്കാരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാണല്ലേ? പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോടൊന്നും ചോദിച്ചു നോക്കി, നമാസ് മാലൂം നെയ്യേ, നിസ്കാരം അറിയോ? എന്ത് നിസ്കാരം? നോമ്പോ? എന്ത് നോമ്പ്? ഒരു അലക്കി അറിയില്ല. അറിയോ? എവിടെ അറിയുന്നു? 350-400 റുപ്യക്ക് പണിയെടുക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് നാട്ടിൽ? ഒരു ഷെയ്യും തിരിയില്ല. അറിയോ? എവിടെ അറിയുന്നു? ഏതെങ്കിലും പള്ളി പരിസരത്തോ കൊണ്ടുപോലാണെങ്കിൽ വെള്ളിയാഴ്ച അങ്ങനെ എല്ലാവരും പോയി കൈയ്യട്ടും പോലെ ഓലും കൈയ്യട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ഷെയ്യും അറിയില്ല. ശരിക്ക് കൃത്യമായിട്ട് നമ്മളെ നാട്ടിൽ ഓതുമ്പോൾ ഖുർആൻ പോലും ഓതാൻ അറിയില്ല. എന്താ അറിയാം? ഒരു ജോലി അറിയാം, അത്രയേ ഉള്ളൂ. നമ്മുടെ തലമുറ കഴിഞ്ഞാലുള്ള തലമുറയും അതിലേക്കാ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. വൻ പരാജയമാണത്. ഇൽമ് ഉണ്ടാക്കി ദീന് നടത്തിയിട്ട് ഇഖ്ലാസും ഈമാനും വർദ്ധിപ്പിക്കണം. അല്ലാതെ ഇവിടെ മുസ്ലിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഏത് സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആ രൂപത്തിൽ അക്രമങ്ങൾ വരുന്നുണ്ടോ, ഈമാനികമായ ഇഖ്ലാസുപരമായ ലെവലിൽ നിന്നവർ തെറ്റിയിട്ടുണ്ടാകും. അതതിൻ്റെ പിന്നിലുള്ള വലിയൊരു പരീക്ഷണം കൊടുക്കുന്നതാണ്. അതേ സമയത്ത് ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നവർ, അതിനനുസരിച്ചുള്ള ഈമാൻ അവർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ ബ്രിട്ടീഷുകാരത്ര വേരൂന്നാതിരുന്നത്. പോർച്ചുഗീസുകാർ പറങ്കികളി എത്ര ആളുകൾ വന്നിട്ടുണ്ട്. അന്നത്തെ ഗജവീരുക്കളായ കുഞ്ഞാലി മരക്കാരുമാരും മമ്പുറത്തുപ്പാപ്പയും ഉമർ ഖാലി തങ്ങളും അടങ്ങുന്ന വലിയൊരു തലമുറ, വലിയൊരു നേതൃനിര അന്നത്തെ ചെറുപ്പക്കാർക്ക് കൊടുത്ത ഈമാനികമായ ആവേശം ഇന്നവിടെ കാണാനാണ്. കുഞ്ഞിമരക്കാരെന്ന് പറയുന്നത് ചെറുപ്പക്കാരനല്ലേ ആ ഷഹീദ്? കല്യാണത്തിൻ്റെ അന്നല്ലേ ഷഹാദത്ത് ഏറ്റുവാങ്ങിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉമ്മാക്ക് കൂടെ ജീവിക്കാൻ മറ്റൊരു മകനില്ല. പക്ഷേ നാട്ടിലെ ഒരു മുസ്ലിം പെണ്ണിനെ പോർച്ചുഗീസുകാർ പൊക്കിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിനെ രക്ഷപ്പെടുത്തണം എന്ന നിയ്യത്തോടെ പുതുമാരനായി ഇറങ്ങുന്നതിന് പകരം അവരോട് പൊരുതിയിട്ട് ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി. ആ കുഞ്ഞിമരക്കാർ ഷഹീദിന് എത്ര സ്ഥലത്തുനിന്നാ പാത്തി കിട്ടുന്നത്? കുഞ്ഞിമരക്കാർ ഷഹീദിൻ്റെ ശരീരം ഒരു സ്ഥലത്താണുള്ളത്, വ്യത്യസ്ത സ്ഥലങ്ങളിലല്ലേ. ഒന്ന് താനൂര്, ഒന്ന് പൊന്നാനി, ഒന്ന് കൊയിലാണ്ടി, ഒന്ന് കാപ്പാട്. കണ്ടില്ല? അവിടൊക്കെ നേർച്ച നടക്കുന്നു, അവിടൊക്കെ ഫാത്തിഹ കിട്ടുന്നു, അവിടൊക്കെ യാസീൻ കിട്ടുന്നു. തുണ്ടം തുണ്ടാക്കിയതാണ് അവർ.
വലിച്ചെറിഞ്ഞാണ്. പക്ഷേ ആ വലിച്ചെറിഞ്ഞ ഷറഫാക്കപ്പെട്ട ശരീരം മീൻ തിന്നൂല, അത് കരക്കടിഞ്ഞു, അത് സ്വീകരിച്ചു, മറവ് ചെയ്തു. എത്ര വലിയ ധീരത! തോറ്റതല്ലേ, മുസ്ലിങ്ങളോട് തോറ്റതല്ലേ ഇവരൊക്കെ. തോൽക്കാൻ മാത്രമുള്ള ഈമാൻ അന്ന് ഇവിടെയുള്ള ആളുകൾക്കുണ്ടായല്ലേ. എന്ത് ആൾബലാന്നുണ്ടായിരുന്നു ശരിക്ക്, അല്ലെങ്കിൽ എന്ത് പട്ടാള വീര്യം ഉണ്ടായിരുന്നു ശരിക്കും മുസ്ലിം പക്ഷത്ത്, എന്ത് പടക്കോപ്പ ഉണ്ടായിരുന്നത്. ഈമാനാവേണ്ടത് കഴിവിന്റെ പരമാവധി. അള്ളാഹു നമുക്ക് ഈമാനേറ്റി തരട്ടെ, അള്ളാഹു നമുക്ക് ഇഖ്ലാസ് വർദ്ധിപ്പിക്കട്ടെ, എല്ലാ രംഗങ്ങളിലും അള്ളാഹു ഇഖ്ലാസ് ഏറ്റിത്തരട്ടെ. ആ ബദരീങ്ങൾ വലിയ ബഹുമാനമുള്ളവരാണ്. ഞാൻ അവരെ ബഹുമാനത്തിന്റെ ബറക്കത്ത് ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞതാണ്. ഖുർആനിൽ എമ്പാടും അള്ളാഹു വിശദീകരിച്ചൊരു ചരിത്രം ബദർ ശുഹദാക്കളെ ചരിത്രമാണ്. അതുപോലെ അള്ളാഹു വിശദീകരിച്ച എണ്ണിപ്പറഞ്ഞൊരു ചരിത്രം യുദ്ധങ്ങളിലോ ശുഹദാക്കളിലോ വേറെയില്ല. ഒരു സൂറത്തിൽ അള്ളാഹു ഒതുക്കിയിട്ടില്ല. വ്യത്യസ്ത സൂറത്തുകളിലാണ് ബദരീങ്ങളെ ചരിത്രം പറഞ്ഞത്. ഒരേ സ്ഥലത്ത് പറഞ്ഞത് ആവർത്തിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തിയത് അവരെ മഹത്വം മനസ്സിലാക്കി തരാനാണ്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ആ ബദരീങ്ങൾക്ക് ഏറ്റവും വലിയ ബഹുമാനം കൽപ്പിച്ചിരുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബദറിൽ പങ്കെടുത്ത ആളാണോ പ്രത്യേക പരിഗണനയുണ്ട്. ബദറിൽ പങ്കെടുത്ത ആളാണോ അവർക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഒന്നും രണ്ടും പരിഗണനയല്ല. അതുകൊണ്ടല്ലേ ഒരു സ്ഥലത്തേക്ക് ബദരീങ്ങളിൽപ്പെട്ട ആളുകൾ വന്നപ്പോ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. സ്വഹാബത്തൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കാണ്. ഇരുന്ന സ്ഥലത്തു നിന്ന് ഒരാൾ എണീപ്പിക്കാൻ പറ്റുമോ? അത് പറ്റൂലെന്നാ. അപ്പൊ ഈ സൊഫയിൽ ഒരു കുട്ടി വന്നിട്ട് അവിടെ സ്ഥാനം പിടിച്ചു. ആ കുട്ടീനോട് പോടെന്ന് പറയാൻ പറ്റൂല. ആ കുട്ടി സ്ഥാനം പിടിക്കുന്നതിന് മുമ്പ് പ്രായപൂർത്തിയുള്ളവർ കയറിക്കണ്ടിരുന്നു. പോലെന്തേ കയറിക്കാൻ? ചില സ്ഥലത്തൊക്കെ ഉണ്ട് അങ്ങനെ. മുന്നിലൊന്ന് കുട്ടികൾ കസേരയിരിക്കുമ്പോൾ മറ്റൊരു കാണാൻ കുറേ കഴിഞ്ഞിട്ട് സ്വാഗതവും ഉദ്ഘാടനവും അധ്യക്ഷനോ കഴിഞ്ഞ് പരിപാടി പൗതിയായിട്ട് ഇങ്ങനെ വന്ന് കുട്ടികളുടെ ഒരു പോയി അവിടെ കുട്ടികൾ തിരിച്ചെന്താ നിങ്ങൾ വയ്ക്കോളി ഇറങ്ങണം. ആ കുട്ടികളെ മാറ്റാൻ പറ്റൂല. ഒരു സ്ഥലത്ത് ഒരാൾ ഇരുന്നാൽ ആ സ്ഥലത്തിൻ്റെ ഹക്ക് അയാൾക്കാണ്. അടയാളം വെച്ചാലും ശരി, വെച്ചിട്ടില്ലേലും ശരി. ഈ സൊഫിൽ നിങ്ങളൊരാളിങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ ആരുമില്ലാന്ന് എഴുതി വന്ന് നിസ്കരിച്ചപ്പോൾ നിങ്ങൾ ബാക്കിൽ വന്നിട്ട് പറഞ്ഞു ഞാനിവിടെ ഇരുന്നിരുന്നു, ഞാൻ മാറിക്കൊടുക്കണം എന്നാ. നിങ്ങൾ അവിടെ ഇരുന്നോളി പറയാൻ പറ്റൂല. കാരണം ആ സ്ഥലവുമായി അയാൾ ബന്ധപ്പെട്ടാൽ ആ സ്ഥലത്തിൻ്റെ ഹക്ക് അയാൾക്കാണ്. അപ്പം അയാൾ ടോർച്ച് വെച്ചിട്ടില്ലെങ്കിലും ശരി, മുണ്ട് വെച്ചിട്ടില്ലെങ്കിലും ശരി, അടയാളം വെക്കണമെന്നില്ല എന്നാ. അങ്ങനെ ഇരിക്കുന്നിടത്ത് ഒരു സദസ്സിൽ ഒരാളെ മാറ്റാൻ പറ്റൂല. പക്ഷേ ബദരീങ്ങൾ വന്നപ്പോൾ ഇരിക്കാൻ സ്ഥലം കാണാതിരുന്നപ്പോൾ 2-3 സ്വഹാബത്തിന് നബിതങ്ങൾ എണീപ്പിച്ചു. ബദരീങ്ങളാണ് നിൽക്കുന്നത്. അവരെ വിളിച്ചിരുത്തി ഇവിടെ ഉള്ളവരോട് അങ്ങോട്ട് മാറാൻ പറഞ്ഞു. അപ്പം അങ്ങനെ മാറ്റിയപ്പോൾ ഈ മാറ്റി നിർത്തപ്പെട്ടവരെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. അപ്പോഴാണ് അല്ലാഹ് ആയത്തിറക്കിയത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ് ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും. വിശ്വാസികളെ, സദസ്സൊന്ന് വിശാലമാക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടാൽ മനസ്സിലാർക്കും വിഷമം വരരുത്. ബദരീങ്ങൾ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ മാറിക്കൊടുക്കണം. അള്ളാഹു ബദരീങ്ങൾ കൊടുത്ത സ്ഥാനം നോക്ക് നിങ്ങൾ. എത്ര വലിയ ബഹുമാനാണ്. അവരെ ഹക്ക് ജാഹ് ബറക്കത്തുണ്ട്. അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. ആ ബദരീങ്ങളെ മഹത്വം കൊണ്ട് ജയിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. എന്നും കാവലിന് അസ്മാ ഉൽ ബദർ നിത്യമായി ചൊല്ലുന്ന ആളുകളുണ്ട്. നമ്മളിവിടെ മൗലൂദ് എല്ലാം പോവല്ലേ? മൗലൂദ് അസ്മാൽ ബദർ എല്ലാ വ്യാഴ്ചയും സുബൈക്ക് ശേഷം അൽഹംദുലില്ലാ, അത് വലിയൊരു സദസ്സാണ്. നമ്മളെ നാട്ടിലെ ഈ വർദ്ധിച്ചു വരുന്ന വിഷമങ്ങൾക്കൊക്കെ വലിയ പരിഹാരമാണ്. ബദരീങ്ങളെ തവസ്സുലാക്കാം. പഴയ കാലത്തെ ആളുകൾ അത്രയും തോനെ അനുഭവിച്ചിട്ടുണ്ട്. അവർ ബദരീങ്ങളെ മുൻനിർത്തിയിട്ട് നേർച്ചയാക്കിയിട്ട് നടക്കാത്തൊരു കാര്യമുണ്ടോ? ഒരൊറ്റ സംഗതി ഇല്ല, എല്ലാം നടന്നിട്ടുണ്ട്. അവർക്ക് എന്താണോ അവർ ആഗ്രഹിച്ചത് എല്ലാ മുറാദും നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് നടന്ന്? ബദരീങ്ങളെ നേർച്ചയാക്കിയതാണ്. ഇപ്പോഴും കണ്ടില്ല നിങ്ങൾ യാസീനൊക്കെ 313 എണ്ണം കണ്ട് യാസീനൂതി എത്ര ഉമ്മമാർ. ഇന്നലെ ഇപ്പം നമ്മളവിടെ ഞങ്ങൾക്ക് നേർച്ച, ഇവിടെ നേർച്ച എന്നല്ലേ, ഭക്ഷണമല്ലേ, ഇറച്ചില്ലേ? മാഷാ അല്ലാഹ്, അള്ളാഹ് കബൂലാക്കി തരട്ടെ. ബദരീങ്ങളെ പേരിൽ അങ്ങനെ നേർച്ചയാക്കിയിട്ട് കൊടുക്കും. പഴയ കാലത്ത് അങ്ങനെയാണ്. പഴയ കാലത്ത് ഉമ്മാമാരൊക്കെ പത്തിരി കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുക? ബദരീങ്ങളെ നേർച്ചയ്ക്ക് പത്തിരി കൊടുക്കുമ്പോൾ പുരയിലുള്ള ആളുകളെ എണ്ണം മാത്രമല്ല, പശുക്കളെ എണ്ണം, കോഴികളെ എണ്ണം, പൂച്ചൻ്റെ എണ്ണം. ഇതിനൊന്നും ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഒരു ദീനം വരാൻ പാടില്ല.
ഒരു വിഷമം വരാൻ പാടില്ല, അതിനൊക്കെ കണക്കാക്കി പത്തിലിടും. അങ്ങനെ ആ ഉമ്മാമാരാ ഉപ്പാപ്പാരെ ഈമാൻ എത്ര വലിയ ഈമാനാറ്, അവരതുകൊണ്ട് വലിയ അവലംബാക്കിയിരുന്നു. അങ്ങനെ ആ ബന്ധമുള്ള അവർ ബദരീങ്ങളെന്ന് വിളിച്ചാൽ നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് ഉത്തരാ. അതെന്താ? അവരങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ബദരിയത്തുൽ മങ്കൂസിയെ ബദരിയത്തുൽ ഹംസിയൊക്കെ ചൊല്ലിയിട്ട്, അതിലുണ്ടല്ലോ ബദരീങ്ങളെ പേരുണ്ടല്ലോ രണ്ടിലും, അതൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കും അവർ. അതവർ സ്വഭാവമാണ്, നിത്യശീലാണ്. അതുകൊണ്ട് വലിയ കാവലാണ് അള്ളാഹു കൊടുത്തത്. ഏറ്റവും വലിയ കാവലെന്താ? മക്കളൊന്നും പേരമക്കളൊന്നും പേച്ചു പോകാതെ, ഒന്നും തെമ്മാടികളാകാതെ ദീനീ ഹിദ്മത്തിലായി നല്ല മഈശത്തിലായി നിലനിന്ന് കിട്ടുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനൊക്കെ അവലംബാക്കിയത് അതുകൊണ്ടാണ്. അല്ലാതെ ആ മാതാപിതാക്കൾക്ക് വലിയ ഇൽമുണ്ടായിട്ടൊന്നുമല്ല. അവർക്ക് സ്വന്തം പേരെഴുതാൻ തന്നെ 5 മിനിറ്റ് ആവും. സ്വന്തം ഒരു പേരെഴുതണമെങ്കിൽ 5 മിനിറ്റ് ആവും. ആ പേരെന്നെ ഒപ്പും, അതെന്നെ പേരും, വേറൊന്നും അറിയില്ല. പക്ഷെ അവർ ഈമാനൊന്ന് വേറെയുന്നു. അവരാ മഹാന്മാരെ കൊണ്ട്, മഹത്വം കൊണ്ട്, അതിൻ്റെ ഷറഫ് കൊണ്ട് അവർ ജയിച്ചിരുന്നു. അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പൊ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ബദരീങ്ങളെ തവസ്സുലാക്കി ദ്വാരക്കുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവായിട്ടുള്ള ആ ബദരീങ്ങളെ ഷറഫ് കൊണ്ട് അള്ളാഹു നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും നമുക്ക് സലാമത്ത് നൽകട്ടെ. വലിയ മഹത്വമുള്ളവരാണ് ബദരീങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ വലിയ ഒരു മഹാപണ്ഡിതനാണ് ബാപ്പുസ്താദ്, അല്ലേ, തിരൂരങ്ങാടി. അള്ളാഹു തആല അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ബാപ്പുസ്താദിന് ലക്ഷക്കണക്കിന് കടണ്ടായിരുന്നു. എങ്ങനെ കടം വീട്? ബാപ്പുസ്താദ് ഇപ്പോൾ നമ്മളാരിങ്ങനെ ഓരോ സ്ഥലത്തും വയലറാൻ പോയല്ലോ? ഇല്ല. ബാപ്പുസ്താദ് ദർസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. പക്ഷെ ഈ ലക്ഷക്കണക്കിന് കട എങ്ങനെ വീടിയത്? നമ്മളതാ മനസ്സിലാക്കണ്ടേ. ബാപ്പുസ്താദ് ബദരീങ്ങളെ പേരിൽ ബദരിയത്ത് ബെയ്ത്തുണ്ടാക്കി. ആ ബദരിയത്ത് ബെയ്ത്തുണ്ടാക്കി അതിൻ്റെ രചന പൂർത്തിയായപ്പോഴേക്ക് കടം വീടിയത് അറിഞ്ഞില്ല. എങ്ങനെ? കാണാൻ വരുന്ന ആൾക്കാരൊക്കെ പഴയ കാലത്തെ ശിഷ്യന്മാരൊക്കെ നേരത്തെ കൊടുക്കുന്നേക്കാളും ഏറെ ഉസ്താദിന്, ഇത് ഉസ്താദ് എൻ്റെ വക, ഇതെന്തിനാ? ഇത് ഉസ്താദിന് ഞാൻ കുറേ കാലമല്ല കണ്ടിട്ട്, ഇതാ ഒരു 10,000. അപ്പോൾ അള്ളാഹു തആല കാരണാക്കിയ നോക്ക് നിങ്ങൾ. ആ ബദരി ബെയ്ത്തിൽ മഹാനവർകൾ കാര്യമായിട്ട് പറഞ്ഞ അങ്ങനെ ലാസിയമദ്ദൈനൽ മുദന്നിസ ഇർലന ആരായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന കടം, ആ കടം വീട്ടാനും ബദരീങ്ങളെയാണ് അള്ളാഹുവെ ഞാൻ തവസ്സുലാക്കുന്നത്. ആ തസ്നീഫ് ഗ്രന്ഥരചന പൂർത്തിയായപ്പോഴേക്ക് കടം വീടി. നമ്മളത് പഠിക്കേണ്ടതാണ്. അനുഭവസ്ഥരാകണം. നമ്മൾ കേട്ടാ പോരാ, നമ്മൾ അനുഭവിക്കണം. അതിനാഴ്ചയിൽ നടക്കുന്ന ഒരൊറ്റ ബദർ ബെയ്ത്തും നമ്മൾ വിടരുത്. ബദർ മൗലൂദ ബദർ മൗലൂദ് വിടരുത്. അപ്പം ഞാൻ നിൽക്കുന്നിടത്ത് അവിടെ മാസാന്തം ബദർ മൗലൂദ് വീടുകളിൽ വെച്ച് ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ പങ്കെടുത്തു. അത് വലിയൊരു കാവലാണ്. നമ്മളാ അവലംബം എപ്പോഴും സ്വീകരിക്കണം. അല്ലാഹു തആല നമ്മുടെ നാടിന്, നമ്മുടെ കുടുംബത്തിന് വലിയ ഇസ്സത്ത് നൽകുമാറാകട്ടെ. മൗലൂദ് തുടങ്ങല്ലേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്.